സിവിൽ ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഹാർബർ എഞ്ചിനീയറിംഗിന്റെ ഒരു റിവിഷൻ സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കാറ്റഗറി നമ്പർ 280 അതുപോലെ തന്നെ 324 388 എന്ന് പറഞ്ഞിട്ടുള്ള എക്സാംസിന്റെ ഡേറ്റ് വന്ന കാര്യം പറഞ്ഞിട്ടുണ്ടാവും. എക്സാം ഡേറ്റ് വരുന്നത് ജൂലൈ 30th അപ്പോൾ നമ്മൾ ആ ഒരു എക്സാമിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു റിവിഷൻ സീരീസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ സിലബസിന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സിലബസിലുള്ള ഓരോ മൊഡ്യൂൾസ് ആയിട്ട് റിവൈസ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമ്മൾ റിവിഷൻ സീരീസ് പാർട്ട് 1 നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആണ്. അപ്പോൾ നമുക്ക് ബിൽഡിംഗ് മെറ്റീരിയൽസിൽ സിലബസിൽ പറഞ്ഞിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ബിൽഡിംഗ് മെറ്റീരിയൽസിൽ നിന്നും 15 മാർക്കാണ് എടുത്ത് പറഞ്ഞിട്ടുള്ളത്. അതിൽ വരുന്ന പോർഷൻസ് എന്ന് പറഞ്ഞാൽ റോക്ക്, സ്റ്റോണ്, ബ്രിക്ക്, ലൈമ്, സിമന്റ്, പോസോലാനിക് മെറ്റീരിയൽസ്, പിന്നെ ക്ലാസിഫിക്കേഷൻ, ഇതിൻ്റെ ഒക്കെ ക്ലാസിഫിക്കേഷനും ടൈപ്സും യൂസസും ആണ് എടുത്ത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ക്ലേ പ്രൊഡക്ട്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ എർത്തൻ വെയർ, സ്റ്റോൺ വെയർ, പോസലൈൻ, ടെറാക്കോട്ട, ഗ്ലേസിംഗ്, അതിൻ്റെ ഒക്കെ ടൈപ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ മോട്ടാറിലാണെങ്കിൽ പ്രിപ്പറേഷൻ, ക്ലാസിഫിക്കേഷൻ, ടൈപ്സ്, യൂസസ് ആണ് മോട്ടാറിൻ്റെ നോക്കാനുള്ളത്. കോൺക്രീറ്റിലാണെങ്കിൽ കോൺക്രീറ്റിന്റെ പ്രിപ്പറേഷനും ക്ലാസിഫിക്കേഷനും ടൈപ്സും യൂസസും ആണ് നോക്കാനുള്ളത്. പിന്നെ ടിമ്പറിലേക്ക് വരികയാണെങ്കിൽ ടിമ്പറിന്റെ സ്ട്രക്ചേഴ്സ്, ഡിഫക്ട്സ്, പിന്നെ ക്ലാസിഫിക്കേഷൻ, സീസണിങ്, പിന്നെ യൂസസ് ഒക്കെയാണ് ടിമ്പറിലേക്ക് വരുമ്പോൾ നോക്കാനുള്ളത്. പിന്നെ ആഡ്മിക്സ്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ആഡ്മിക്സ്ചേഴ്സിലാണെങ്കിൽ ആഡ്മിക്സ്ചേഴ്സ് ഫോർ സിമെന്റ് മോട്ടാർ ആൻഡ് സിമെന്റ് കോൺക്രീറ്റ് എന്നുള്ളതുണ്ട്. പിന്നെ ക്ലാസിഫിക്കേഷൻ, ടൈപ്സ്, യൂസസ്, ക്ലാസിഫിക്കേഷൻ, ടൈപ്പ്, യൂസസ് തന്നെയാണ് എല്ലാത്തിലും എടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പം അത് നോക്കുക. പിന്നെ പെയിന്റിലേക്കാണ് വന്നിട്ടുള്ളത്. പെയിന്റ്, പിന്നെ വാർണിഷ്, മെറ്റൽസ്, പ്ലാസ്റ്റിക്സ് ഉണ്ട്. പ്ലാസ്റ്റിക്സിന്റെ ഇതിൻ്റെയൊക്കെ ക്ലാസിഫിക്കേഷൻസും ടൈപ്സും യൂസസും, ഒരുവിധം എല്ലാത്തിൻ്റെയും ക്ലാസിഫിക്കേഷനും ടൈപ്സും യൂസസും ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അതൊക്കെ നോക്കിയതിന് ശേഷം നോക്കുന്നതായിരിക്കും നന്നാവുക. സിലബസിൽ അങ്ങനെയാണല്ലോ എടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പം മാക്സിമം സിലബസ് ഓറിയന്റഡ് ആയിട്ട് തന്നെ പഠിക്കുക. പിന്നെ നിങ്ങൾ ഓൾറെഡി ഇപ്പം ഗ്രേഡ് 1-നും PWD ഇറിഗേഷനും വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ തന്നെ അല്ലാണ്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു പോകില്ലേ. അങ്ങനെയാണെങ്കിൽ ഓക്കെ, എല്ലാ എക്സാമിനും കൂടെ പഠിക്കുകയാണെങ്കിൽ ആ ഒരു മെത്തേഡ് തന്നെയാണ് നല്ലത്. അല്ലെങ്കിൽ ഒരു എക്സാമിന് വേണ്ടി ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ സിലബസ് ഓറിയന്റഡ് ചെയ്ത് തന്നെ പോവുക. എന്നിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. അത് തന്നെയായിരിക്കും നന്നാവുക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയൻ ആണ് ഉണ്ടാവുക. നിങ്ങൾ പഠിക്കുന്ന രീതിയും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയും ഓരോ കാര്യങ്ങളും നിങ്ങളുടെ മൈൻഡിൽ നിൽക്കുന്ന ആ ഒരു ടൈമും കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിനനുസരിച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി എടുത്തിട്ട് പഠിക്കാൻ നോക്കുന്നതായിരിക്കും നന്നാവുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ക്ലാസ്സിലല്ല, ഈ ഒരു ഹാർബറിന്റെ റിവിഷൻ സീരീസിൽ നമ്മൾ ചെയ്യുന്നത് ഓരോ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് അതിൻ്റെ ഓരോ ഏരിയാസ് കവർ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ദ റോക്ക് ഫോംഡ് ബൈ കൂളിംഗ് ഡൗൺ ഓഫ് മാഗ്മ ഓർ മോൾട്ടൺ മെറ്റീരിയൽ ഈസ് കോൾഡ് എന്നാണ്. ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻസ് വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന ആൻസേഴ്സും അതുപോലെ തന്നെ മൊത്തം ഓരോ ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഏരിയാസ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കൊക്കെ കമൻറ്റ് സെക്ഷനിൽ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം ക്ലാസ് യൂസ്ഫുൾ ആവുന്നുണ്ട്, എത്രത്തോളം നിങ്ങൾ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾ ഇപ്പം കമൻറ്റ് സെക്ഷനിൽ ഇടാൻ നിങ്ങൾ ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളൊരു പേപ്പറിലേക്ക് ജസ്റ്റ് മാർക്ക് എഴുതി നോക്കുക. പറയുന്ന കാര്യങ്ങളൊക്കെ എത്രത്തോളം ഓർമ്മ വരുന്നുണ്ടോ എന്ന് നോക്കുക. അറിയാത്ത കാര്യങ്ങൾ, വിട്ടുപോയ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതൊരു ഷോർട്ട് നോട്ടിലേക്ക് എഴുതി വെച്ചിട്ട് എക്സാമിൻ്റെ മുന്നേ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം ഞാനിത് ഓപ്ഷൻ വായിക്കുന്ന സമയത്ത് നിങ്ങളെ സ്വന്തമായിട്ടൊരു പേജിൽ ഒരു പേപ്പർ എടുത്ത് വെച്ചിട്ട് അതിൽ ആൻസർ മാർക്ക് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഞാൻ പറയുമ്പം അത് തന്നെയാണ് നിങ്ങൾ മാർക്ക് ചെയ്തതെന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾക്ക് സ്വന്തം ക്രോസ് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദ റോക്സ് ഫോംഡ് ബൈ കൂളിംഗ് ഡൗൺ ഓഫ് മാഗ്മ ഓർ മോൾട്ടൺ മെറ്റീരിയൽ ആണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ മെറ്റാമോർഫിക് റോക്ക്, ഓപ്ഷൻ ബി സെഡിമെന്ററി റോക്ക്, ഓപ്ഷൻ സി ഇഗ്നിയസ് റോക്ക്, ഓപ്ഷൻ ഡി സ്ട്രാറ്റിസ്ഫൈഡ് റോക്ക്. അപ്പം റോക്ക് എന്നുള്ള ഏരിയ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. റോക്കിനെ ഏതൊക്കെ രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് അതാണ് അല്ലേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. നമുക്ക് ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ആൻസറിലേക്ക് വരാം. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ആൻസർ കിട്ടിയിട്ടുണ്ടാവും, അത് അങ്ങനെ തന്നെ വെക്കാം. നമുക്ക് ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം അല്ലേ. റോക്കിനെ എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്? ഓഫ് റോക്സ് നമ്മൾ ക്യുക്ക് റിവിഷൻ ആണ് നടത്തുന്നത്. അപ്പം അതിൻ്റെതായിട്ടുള്ളൊരു സ്പീഡ് ഉണ്ടാവും. അപ്പം നിങ്ങളത് മനസ്സിലാക്കുക. വേണമെങ്കിൽ നിങ്ങൾ അതിൻ്റെ രീതിയിൽ വീഡിയോൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കേട്ട് നോക്കുക കേട്ടോ. അപ്പം നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് റോക്ക് നോക്കുകയാണെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് റോക്ക് ഏതൊക്കെ ടൈപ്പാണ് ക്ലാസിഫിക്കേഷൻ വരുന്നത്? റോക്കിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്
ഫസ്റ്റ് വൺ നമ്മൾ ജിയോളജിക്കൽ അല്ലേ, ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വരുന്ന ക്ലാസിഫിക്കേഷൻ ആണ് ഫിസിക്കൽ, ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ. തേർഡ് വൺ ആണ് കെമിക്കൽ ക്ലാസിഫിക്കേഷൻ. മൂന്നാണ് നമുക്ക് മെയിൻ ആയിട്ട് റോക്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിനെയും നമ്മൾ സബായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പം ജിയോളജിക്കൽ ഫോർമേഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു റോക്കിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് 3 രീതിയിലാണ്. ജിയോളജിക്കൽ ഫോർമേഷനെ ബേസ് ചെയ്തിട്ട് ഏതൊക്കെയാണ് വരുന്നത് 3 രീതിയിൽ? അതാണ് ഫസ്റ്റ് വൺ ഇഗ്നിയസ് റോക്ക്, ഇഗ്നിയസ് റോക്ക്. പിന്നെ വരുന്നത് ഏതാണ്? ഇഗ്നിയസ് റോക്കിൽ കഴിഞ്ഞാൽ, ഇഗ്നിയസ് റോക്ക് കഴിഞ്ഞാൽ സെക്കൻഡ് വരുന്നതാണ് സെഡിമെന്ററി റോക്ക്, സെഡിമെന്ററി റോക്ക്. പിന്നെ മെറ്റാമോർഫിക് റോക്ക് അല്ലെ, മെറ്റാമോർഫിക് റോക്കാണ് വരുന്നത്. ഇങ്ങനെ 3 ക്ലാസിഫിക്കേഷൻ ആണ് ജിയോളജിക്കലിൽ വരുന്നത്. പിന്നെ ഫിസിക്കലും വരുന്നുണ്ട് ഇതുപോലെ തന്നെ 3 കെമിക്കലിലും വരുന്നുണ്ട്. അപ്പൊ നമുക്കത് ഓരോന്നായിട്ട് നോക്കാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ജിയോളജിക്കലിൽ വരുന്ന 3 പറയാം അല്ലെ. അപ്പൊ ജിയോളജിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫോർമേഷനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ ഇഗ്നിയസ് റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഗ്നിയസ് റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇഗ്നിയസ് റോക്ക്, ഇഗ്നിയസ് റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വരുന്നത്? ഇഗ്നിയസ് റോക്ക്, ഇഗ്നിയസ് റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോക്ക് ഫോംഡ് ബൈ കൂളിംഗ് ഓഫ് മാഗ്മ ആണെങ്കിൽ അതിനെയാണല്ലേ നമ്മൾ ഇഗ്നിയസ് റോക്ക് എന്ന് പറയുന്നത്. അപ്പം ഇഗ്നിയസ് റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റോക്ക് ഫോംഡ് ബൈ കൂളിംഗ് ഓഫ് മാഗ്മ ആണ്, കൂളിംഗ് ഓഫ് മാഗ്മ ആണ്. അപ്പം ഈ ഒരു കൂളിംഗ് ഓഫ് മാഗ്മ ഏത് ലെയറിലാണ്? എർത്തിന്റെ സർഫസിലാണോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഷാലോ ഡെപ്തിലാണോ? അങ്ങനെയൊക്കെ നോക്കിയിട്ട് അതിനെ വീണ്ടും നമ്മൾ 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലെ. അതിന് ഷോർട്ടായിട്ട് ഞാനൊന്ന് പെട്ടെന്ന് പറയാം ഏതൊക്കെയാണ് വരുന്നത്. ഇത് PHV എന്നുള്ള രീതിയിൽ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. PhD എന്നൊക്കെ ഉള്ള പോലെ PHV അല്ലെ. PHV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P പറഞ്ഞാൽ പ്ലൂട്ടോണിക് റോക്കാണ്, പ്ലൂട്ടോണിക് റോക്കാണ് വരുന്നത്. H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹൈപ്പാബൈസൽ റോക്ക്, ഹൈപ്പാബൈസൽ റോക്കാണ് സെക്കൻഡ് വരുന്നത്. പിന്നെ തേർഡ് വരുന്നത് എന്താണ്? വോൾക്കാനിക് റോക്ക്, വോൾക്കാനിക് റോക്കാണ് തേർഡ് വരുന്നത്. അപ്പൊ ഞങ്ങൾക്ക് 3 നോക്കാം. 3ലും എവിടെയാണ് നമ്മൾ ഈ ഒരു റോക്ക് ഫോം ചെയ്യുന്ന ലെയറിനെ ബേസ് ചെയ്തിട്ടാണ് പ്ലൂട്ടോണിക് റോക്ക്, ഹൈപ്പാബൈസൽ റോക്ക്, വോൾക്കാനിക് റോക്ക് എന്നുള്ള രീതിയിൽ വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു പ്ലൂട്ടോണിക് റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയായിരിക്കും ഈ ഒരു മാഗ്മ കൂൾ ആവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാഗ്മ കൂളിംഗ് അറ്റ് കൺസിഡറബിൾ ഡെപ്ത് ഫ്രം ദ എർത്ത് സർഫസ് അല്ലെ. അങ്ങനെയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പ്ലൂട്ടോണിക് റോക്ക് എന്ന് പറയുന്നത്. ഹൈപ്പാബൈസലിനാണെങ്കിലോ, ഹൈപ്പോബൈസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂളിംഗ് ഓഫ് മാഗ്മ റിലേറ്റീവ്ലി ഷാലോ ഡെപ്ത് ആയിരിക്കും അല്ലെ. ഷാലോ ഡെപ്ത് ഫ്രം എർത്ത് സർഫസ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ഹൈപ്പാബൈസൽ റോക്ക് എന്ന് പറയുന്നത്. മറിച്ച് വോൾക്കാനിക് റോക്കിലേക്ക് പോവുകയാണെങ്കിൽ, വോൾക്കാനിക് റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോംഡ് ബൈ മാഗ്മ കൂൾഡ് അറ്റ് എർത്ത് സർഫസ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ വോൾക്കാനിക് റോക്ക് എന്ന് പറയുന്നത്. അപ്പൊ 3നും എക്സാമ്പിൾസും കൂടെ ഞാൻ എഴുതി തരാം. 3നും എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ഒരു പ്ലൂട്ടോണിക് റോക്കിന് എക്സാമ്പിൾ ആണ് ഗ്രാനൈറ്റ്, അതുപോലെ തന്നെ ഗാബ്രോ, പെഗ്മറ്റൈറ്റ് ഒക്കെ വരുന്നത് പ്ലൂട്ടോണിക് റോക്കിന് എക്സാമ്പിൾ ആയിട്ടാണ്. പിന്നെ നമുക്ക് ഹൈപ്പാബൈസൽ റോക്ക് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതിന്റെ എക്സാമ്പിൾ വരുന്നതാണ് ഡോളറൈറ്റ് എന്നുള്ളത്. ആ ഒരു ഡോളറൈറ്റ് എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്ന സമയത്താണ് നിങ്ങൾക്കത് മനസ്സിലാവുക. പിന്നെ വോൾക്കാനിക് റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ് വരുന്നത്? ബസാൾട്ട്, ട്രാപ്പ് ഒക്കെയാണ് വരുന്നത്. ബസാൾട്ട്, ട്രാപ്പ് ഒക്കെയാണ് വോൾക്കാനിക് റോക്കിന് എക്സാമ്പിൾ വരുന്നത്. അപ്പൊ ഇത്രയാണ് ഇഗ്നിയസ് റോക്കിൽ നമുക്ക് നോക്കാനുള്ളത്. ഇഗ്നിയസ് റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോക്ക് ഫോംഡ് ബൈ കൂളിംഗ് ഓഫ് മാഗ്മ ആണ്. അതുപോലെ തന്നെ അതിന്റെ ഏത് ലെയറിലാണ് നമുക്ക് മാഗ്മ ഫോം ആവുന്നതെന്ന് വെച്ചിട്ട് നമ്മൾ
PHV എന്നുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. P ഫോർ പ്ലൂട്ടോണിക് റോക്ക്, H ഫോർ ഹൈപ്പാബൈസൽ റോക്ക്, V ഫോർ വോൾക്കാനിക് റോക്ക് ആണ്. അതിന്റെ എക്സാമ്പിൾസ് നോക്കുക. പ്ലൂട്ടോണിക് റോക്കിന് എക്സാമ്പിൾസ് ആണ് ഗ്രാനൈറ്റ്, ഗാബ്രോ, പെഗ്മറ്റൈറ്റ് ഒക്കെ വരുന്നത്. അതുപോലെ തന്നെ ഹൈപ്പാബൈസൽ റോക്കിന് എക്സാമ്പിൾ ആണ് ഡോളറൈറ്റ്, വോൾക്കാനിക് റോക്കിന് എക്സാമ്പിൾ ആണ് ബസാൾട്ട്, ട്രാപ്പ് ഒക്കെ വരുന്നത്. മാക്സിമം എക്സാമ്പിൾസ് നിങ്ങൾക്ക് കിട്ടുന്നതൊക്കെ ബുക്കിലേക്ക് എഴുതി വെക്കുക, എന്നിട്ട് പഠിക്കുന്നത് തന്നെയാണ് നന്നാവുക. പിന്നെ അതുപോലെ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ അല്ലെ. നമ്മളിപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷനിലുള്ളതാണ്. ഇനി നമുക്ക് ഫിസിക്കൽ ക്ലാസിഫിക്കേഷനിലുള്ളത് നോക്കാം. ഫിസിക്കൽ ക്ലാസിഫിക്കേഷനിൽ എത്ര തരത്തിലാണ് വരുന്നത്? ഫിസിക്കൽ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ പറഞ്ഞു അല്ലെ 3 ടൈപ്പാണ് വരുന്നത്. നമ്മൾ ഈ ഒരു ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ തന്നെ ഇഗ്നിയസ് റോക്ക് മാത്രമേ പറഞ്ഞുള്ളൂ. 2 കാര്യം കൂടെ നമുക്ക് പറയാനുണ്ട്. ഇഗ്നിയസ് റോക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെഡിമെന്ററി റോക്കും കൂടെ പറയാനുണ്ട് അല്ലെ. സെഡിമെന്ററി റോക്ക് നോക്കാനുണ്ട്. സെഡിമെന്ററി റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റോക്സ് ആർ ഫോംഡ് ബൈ ദ ഡെപ്പോസിഷൻ ഓഫ് പ്രോഡക്ട്സ് ഓഫ് വെതറിംഗ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ സെഡിമെന്ററി റോക്ക് എന്ന് പറയുന്നത്. അപ്പം സെഡിമെന്ററി റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെഡിമെന്ററി റോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റോക്സ് ആർ formed by the deposition of products of weathering വന്നു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ സെഡിമെന്ററി റോക്ക് എന്ന് പറയുന്നത്. സെഡിമെന്ററി റോക്കിനും എക്സാമ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമ്പിൾസ് വരുന്നത് ഏതൊക്കെയാണ്? സാൻഡ് സ്റ്റോൺ വരുന്നുണ്ട്, ലൈം സ്റ്റോൺ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഡോളോമൈറ്റ് വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഷെയില്. ഇപ്പൊ ഡോളോമൈറ്റ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മൾ ഇഗ്നിയസ് റോക്കിൽ എന്താണ് പഠിച്ചിട്ടുള്ളത്? ഡോളറൈറ്റ് ആണ്. അത് സെഡിമെന്ററി റോക്കിൽ എക്സാമ്പിൾസ് വരുന്നത് ഡോളമൈറ്റ് ആണ്. നോക്കി വെക്കാം. ഇനി നമുക്ക് ഈ ഒരു സെഡിമെന്ററി റോക്കിന്റെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്ന നെക്സ്റ്റ് ആണ് മെറ്റാമോർഫിക് റോക്ക്. മെറ്റാമോർഫിക് റോക്കാണ് വരുന്നത്. മെറ്റാമോർഫിക് റോക്കും കൂടെ എന്താണെന്ന് നോക്കാം. മെറ്റാമോർഫിക് റോക്ക് അല്ലെ. അപ്പോൾ നമുക്ക് മെറ്റാമോർഫിക് റോക്ക് എന്താണെന്ന് പറയുകയാണെങ്കിൽ റോക്സ് ആർ ഫോംഡ് ബൈ ദ ചേഞ്ചിങ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രീ എക്സിസ്റ്റിംഗ് റോക്സ് അല്ലെ. അങ്ങനെയാണെങ്കിൽ അതിനെയാണ് നമ്മൾ മെറ്റാമോർഫിക് റോക്ക് എന്ന് പറയുന്നത്. എന്താണ്? നമുക്ക് എക്സിസ്റ്റിംഗ് റോക്കിന് ചേഞ്ചസ് ഉണ്ടാവുന്നത് അല്ലെ. എന്താണ്? സബ്ജക്റ്റഡ് ടു ഹീറ്റ്, പ്രഷർ, ഇതിന്റെ ഒക്കെ റീസൺ കാരണം പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റോക്സിന് ചേഞ്ചസ് ഉണ്ടാവുകയാണെങ്കിൽ ആ ടൈപ്പിൽ ഉണ്ടാകുന്ന റോക്സിനെയാണ് നമ്മൾ മെറ്റാമോർഫിക് റോക്ക് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് മെറ്റാമോർഫിക് റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മെറ്റാമോർഫിക് റോക്സ് ആർ formed by changing the character of pre-existing rocks when subjected to great heat and pressure. അപ്പം അതിനെയാണ് നമ്മൾ മെറ്റാമോർഫിക് റോക്ക് എന്ന് പറയുന്നത്. ചേഞ്ചസ് പറയുകയാണെങ്കിൽ ഈ ഷെയിലിന് സ്ലേറ്റ് എന്നുള്ള ചേഞ്ചസ്, അതുപോലെ തന്നെ സാൻഡ് സ്റ്റോൺ, ക്വാർട്സൈറ്റ്, അതുപോലെ ഗ്രാനൈറ്റ്, നെയ്സ് എന്നുള്ളതൊക്കെ ഓർത്ത് വെക്കുക. ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. അതൊക്കെ ഓർത്ത് വെക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഇനി നമുക്ക് ഫിസിക്കൽ ക്ലാസിഫിക്കേഷനിലേക്ക് പോവാം അല്ലെ. ഫിസിക്കൽ ക്ലാസിഫിക്കേഷനും കെമിക്കൽ ക്ലാസിഫിക്കേഷനുമാണ് നമുക്ക് പറയാനുള്ളത്. ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ ഫിസിക്കൽ ക്ലാസിഫിക്കേഷനിൽ എത്ര ടൈപ്പാണ് വരുന്നത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഫിസിക്കൽ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്. ഫസ്റ്റ് വൺ സ്ട്രാറ്റിസ്ഫൈഡ് റോക്ക് ആണ് ഫസ്റ്റ് വരുന്നത്. സ്ട്രാറ്റിസ്ഫൈഡ് റോക്ക്. അതുപോലെ തന്നെ സെക്കൻഡ് വൺ ആണ് അൺസ്ട്രാറ്റിഫൈഡ് ആണ്.
പിന്നെ തേർഡ് വൺ ഏതാണ്? ഫോളിയേറ്റഡ് റോക്ക് ആണ്. ഫോളിയേറ്റഡ് റോക്ക് ആണ്. അപ്പം എന്താണ് സ്ട്രാറ്റിസ്ഫൈഡ് റോക്ക്, എന്താണ് അൺസ്ട്രാറ്റിസ്ഫൈഡ് റോക്ക്, എന്താണ് ഫോളിയേറ്റഡ് റോക്ക് എന്നുള്ളത് പറയാം. സ്ട്രാറ്റിസ്ഫൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് ഓഫ് സെഡിമെന്ററി റോക്ക് തന്നെയാണ്, അതായത് ഈസിലി സ്പ്ലിറ്റ് അലോങ് ദ പ്ലെയിൻസ് അല്ലെ. അപ്പം അതാണ് സ്ട്രാറ്റിസ്ഫൈഡ് റോക്കിന് നോക്കേണ്ടത്. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ സാൻഡ്സ്റ്റോൺ, അതുപോലെ തന്നെ ലൈംസ്റ്റോൺ ഒക്കെ ഓർത്ത് വെക്കുക. ലൈംസ്റ്റോൺ ഒക്കെയാണ് സ്ട്രാറ്റിസ്ഫൈഡ് റോക്കിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ അൺസ്ട്രാറ്റിസ്ഫൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ സ്ട്രാറ്റിസിഫിക്കേഷൻ എന്നുള്ളത് ഓർക്കുക. അതിന്റെ എക്സാമ്പിൾസ് വരുന്നത് ഇഗ്നിയസ് റോക്സിൻ്റെതാണ്. എക്സാമ്പിൾസ് ആണെങ്കിൽ ഗ്രാനൈറ്റ്, ബസാൾട്ട്, പിന്നെ അതുപോലെ തന്നെ വേറെ വരുന്ന ഒന്നാണ് മാർബിളും കൂടെ അതിന്റെ കൂടെ വരുന്നുണ്ട്. അപ്പൊ അതാണ് എക്സ്ട്രാ ഓർത്ത് വെക്കേണ്ടത്. പിന്നെ ഫോളിയേറ്റഡ് റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റോക്സ് ഹാവ് ദ ടെൻഡൻസി ടു സ്പ്ലിറ്റ് ആണെങ്കിൽ സ്പ്ലിറ്റ് അപ്പ് ഇൻ ദ ഡെഫിനിറ്റ് ഡയറക്ഷൻ ഓൺലി, അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഫോളിയേറ്റഡ് റോക്സ് എന്ന് പറയുന്നത്. അതായത് എക്സാമ്പിൾസ് ആണെങ്കിൽ ഷെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് പറയാൻ പറ്റും. മെറ്റാമോർഫിക് റോക്ക് എന്നുള്ള രീതിയിലാണ് പറയുക, പക്ഷെ അതിൽ ഈ ഒരു മാർബിൾ ചേഞ്ചസ് വരുന്നത് നോക്കി വെക്കുക. ഓക്കെ, അപ്പം ഇത്രയാണ് നമുക്ക് ഈ ഒരു ഫിസിക്കൽ ക്ലാസിഫിക്കേഷനിൽ പറയാനുള്ളത്. ഫിസിക്കൽ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? സ്ട്രാറ്റിസ്ഫൈഡ് റോക്കും അൺസ്ട്രാറ്റിസ്ഫൈഡ് റോക്കും ഫോളിയേറ്റഡ് റോക്കുമാണ്. സ്ട്രാറ്റിസ്ഫൈഡ് റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്ലെയിൻ ഓഫ് സ്ട്രാറ്റിസ്ഫൈഡ് ആൻഡ് ദേ ക്യാൻ ബി ഈസിലി സ്പ്ലിറ്റ് ത്രൂ ദെയർ പ്ലെയിൻസ് എന്നുള്ളത് ഓർത്ത് വെക്കുക. എക്സാമ്പിൾസ് ആണ് ലൈംസ്റ്റോൺ, സാൻഡ്സ്റ്റോൺ, പിന്നെ അതുപോലെ തന്നെ സ്ലേറ്റ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ അൺസ്റ്റാറ്റിസ്ഫൈഡ് റോക്ക് ആണെങ്കിൽ നോ സ്റ്റാറ്റിസ്ഫൈഡ് ലെയേഴ്സ് അല്ലെ, അങ്ങനെയാണെങ്കിൽ അൺസ്റ്റാറ്റിസ്ഫൈഡ് എന്ന് പറയുന്നുണ്ട്. അപ്പം ഇഗ്നിയസ് റോക്ക് എന്ന് പറയെങ്കിലും അതിൽ മാർബിൾ വരുന്നുണ്ട് എന്നുള്ളത് നോക്കി വെക്കുക. ഗ്രാനൈറ്റ്, ട്രാപ്പ്, ബസാൾട്ട്, മാർബിൾ ഒക്കെയാണ് അൺസ്റ്റാറ്റിസ്ഫൈഡ് റോക്കിൽ വരുന്നത്. ഫോളിയേറ്റഡ് റോക്കിലാണെങ്കിൽ എന്താണ്? സ്ട്രാറ്റിഫിക്കേഷൻസ് ആർ പ്രസന്റ് എന്നുള്ളത് ഓർത്ത് വെക്കുക. സ്പ്ലിറ്റ് ത്രൂ ദാറ്റ് പ്ലെയിൻസ് എന്നുള്ളതും ഓർത്ത് വെക്കുക. അപ്പൊ ഇതിനെ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് നീസിനൊക്കെ പറയാൻ പറ്റും. ഇനി നമുക്കൊരു കെമിക്കൽ ക്ലാസിഫിക്കേഷനും കൂടിയാണ് റോക്കിൽ നോക്കാനുള്ളത്. റോക്കിൽ വരുന്ന കെമിക്കൽ ക്ലാസിഫിക്കേഷനിൽ ഏതൊക്കെയാണ്? കെമിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ്. കെമിക്കൽ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ സയന്റിഫിക് ക്ലാസിഫിക്കേഷൻ എന്നൊക്കെ ഇതിന് നമ്മൾ പറയും. കെമിക്കൽ ക്ലാസിഫിക്കേഷനിലായിട്ട് വരുന്ന മൂന്നെണ്ണം ഏതാണ്? സിലീഷ്യസ് റോക്ക് വരുന്നുണ്ട്, സിലീഷ്യസ് റോക്ക്. പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് വരുന്നതാണ് അർഗിലേഷ്യസ് റോക്ക്, അർഗിലേഷ്യസ് റോക്ക്. പിന്നെ അതുപോലെ തന്നെ തേർഡ് വരുന്നതാണ് കാൽക്കേരിയസ് റോക്ക്, കാൽക്കേരിയസ് റോക്കാണ് തേർഡ് വരുന്നത്. അപ്പൊ സിലീഷ്യസ്, അർഗിലേഷ്യസ്, കാൽക്കേരിയസിൽ സിലീഷ്യസ് റോക്കിൽ എന്താണ് പ്രീഡോമിനന്റ് ആയിട്ട് ഉണ്ടാവുക? സിലിക്കയാണ്. അപ്പൊ ആ ഒരു പേരുമായിട്ട് തന്നെ കണക്ട് ചെയ്യാൻ പറ്റും. സിലീഷ്യസിൽ സിലിക്കയാണ് ഉണ്ടാവുക. അപ്പം സിലിക്കയാണ് ഉണ്ടാവുക എന്നുള്ളത് ഓർത്ത് വെക്കുക. എക്സാമ്പിൾസ് ആണെങ്കിൽ ഗ്രാനൈറ്റ്, സാൻഡ്സ്റ്റോൺ ഒക്കെ പറയാൻ പറ്റും, സാൻഡ്സ്റ്റോൺ ഒക്കെ പറയാൻ പറ്റും. പിന്നെ അർഗിലേഷ്യസ് റോക്കിലാണെങ്കിൽ ക്ലേ ആയിരിക്കില്ലേ അതിൽ മെയിൻ കണ്ടന്റ് ആയിട്ട് ഉണ്ടാവുക. എക്സാമ്പിൾസ് വരുന്നതാണ് ലാറ്ററൈറ്റ്, സ്ലേറ്റ് ഒക്കെ വരും. പിന്നെ കാൽക്കേരിയസ് റോക്ക് ആണെങ്കിൽ എന്താണ്? ഇതിൽ പ്രീഡോമിനന്റ് ആയിട്ട് വരുന്നത് കാൽസ്യം കാർബണേറ്റ് ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. ലൈംസ്റ്റോൺ, മാർബിൾ ഒക്കെയാണ് എക്സാമ്പിൾ വരുന്നത്. കാൽസ്യം കാർബണേറ്റ് ആണ് വരുന്നത്. പ്രീഡോമിനന്റ് ആയിട്ട് വരുന്നത് കാൽസ്യം കാർബണേറ്റ് ആണ്. എക്സാമ്പിൾസ് ലൈംസ്റ്റോൺ, അതുപോലെ തന്നെ മാർബിൾ ഒക്കെയാണ് വരുന്നത് എന്നുള്ളത് നോക്കി വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റോണിന്റെ അല്ലെങ്കിൽ റോക്കിന്റെ ക്ലാസിഫിക്കേഷനിൽ പഠിക്കാനുള്ളത്. അപ്പൊ പറഞ്ഞത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചിട്ടുള്ളത്? റോക്ക് ഫോംഡ് ബൈ കൂളിംഗ് ഡൗൺ ഓഫ് മാഗ്മ ഓർ മോൾട്ടൺ മെറ്റീരിയൽ ഈസ് കോൾഡ്. ഏതാണ്? മെറ്റാമോർഫിക് റോക്ക് ആണോ? അല്ല. ഈ സെഡിമെന്ററി റോക്ക് ആണോ? അല്ല. സ്ട്രാറ്റിസ്ഫൈഡ് റോക്ക് ആണോ? അല്ല. ഏതാണ് വരുന്നത്? ഇഗ്നിയസ് റോക്ക് ആണ് അല്ലെ. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാണ്ടാവും, എന്നാലും ആ ഒരു ഏരിയ കവർ ചെയ്യേണ്ടിയിട്ട് ആഡ് ചെയ്തതേ ഉള്ളൂ.
ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം അല്ലെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ് വരുന്നത്? ദ റോക്സ് ഹാവിംഗ് ക്ലേ ആസ് ദെയർ മേജർ കോൺസ്റ്റിറ്റ്യൂവൻസ് ആർ നോൺ ആസ്, നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്. ഓപ്ഷൻ എ ഇഗ്നിയസ് റോക്ക്, ഓപ്ഷൻ ബി അർഗിലേഷ്യസ് റോക്ക്, ഓപ്ഷൻ സി സിലീഷ്യസ് റോക്ക്, ഓപ്ഷൻ ഡി കൽക്കേരിയസ് റോക്ക്. ഏതാണ് വരുന്നത്? ക്ലേ ആസ് ദെയർ മേജർ കോൺസ്റ്റിറ്റ്യൂവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്ലേ വരുന്നത് ഇഗ്നിയസ് റോക്ക് ആണെങ്കിൽ അത് വരുന്നത് അതിന്റെ ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷനിലാണ് അല്ലെ, അപ്പം അത് വരുന്നില്ല. മേജർ കോൺസ്റ്റിറ്റ്യൂഷന്റെ പേരിൽ വരുന്നതാണ് നമ്മൾ ഈ ഒരു മൂന്നെണ്ണം അല്ലെ, സിലീഷ്യസ്, അർഗിലേഷ്യസ്, കൽക്കേരിയസ് റോക്സ് എന്ന് വരുന്നത്. അതിൽ സിലീഷ്യസ് റോക്ക് ആണെങ്കിൽ അത് സിലിക്കയാണ് നമ്മൾ വരുന്നത് മേജർ കോൺസ്റ്റിറ്റ്യൂവന്റ്. പിന്നെ അതുപോലെ തന്നെ കൽക്കേരിയസ് റോക്കിലാണെങ്കിൽ കാൽസ്യം കാർബണേറ്റ് ആണ് അല്ലെ, കാൽസ്യം കാർബണേറ്റ് ആണ് വരുന്നത്. അർഗിലേഷ്യസ് റോക്കിലാണെങ്കിൽ ക്ലേ ആണ് അല്ലേ അതിന്റെ പ്രിഡോമിനന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, അർഗിലേഷ്യസ് റോക്ക് ആണ് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കാം. ജിയോളജിക്കലി മാർബിൾ എന്താണ്? ഇഗ്നിയസ് റോക്ക് അല്ല. മെറ്റാമോർഫിക് റോക്ക് ആണോ? മെറ്റാമോർഫിക് റോക്കാണോ നോക്കുക. ഓപ്ഷൻ സി സ്ട്രാറ്റിസ്ഫൈഡ് റോക്ക്, ഓപ്ഷൻ ഡി സെഡിമെന്ററി റോക്ക്. ഏതാണ് ആൻസർ വരുന്നത്? മാർബിൾ വരുന്നത് നമ്മൾ ജിയോളജിക്കലി ആണ് ചോദിച്ചിട്ടുള്ളത്. ജിയോളജിക്കലി അല്ലെങ്കിൽ നമുക്കിവിടെ മെറ്റാമോർഫിക് റോക്ക് ആണ് അല്ലേ, കാരണം മാർബിൾ വരുന്നത് നമ്മുടെ ഫിസിക്കൽ ക്ലാസിഫിക്കേഷനിൽ അൺസ്റ്റാറ്റിസ്ഫൈഡിലാണ്. അപ്പൊ അൺസ്റ്റാറ്റിസ്ഫൈഡ് ഇവിടെ എന്തായാലും പറഞ്ഞിട്ടില്ല. അപ്പൊ മാർബിൾ ഇവിടെ ഓപ്ഷനിൽ തന്നിട്ടുള്ളതിൽ ആകെ മെറ്റാമോർഫിക് റോക്കിലേ വരുന്നുള്ളൂ. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് എന്നുള്ളത് നോക്കുക, മെറ്റാമോർഫിക് റോക്ക് അല്ലെ. അപ്പൊ അതും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ് നമുക്ക് നോക്കാനുള്ളത്. സ്റ്റോൺ ജനറലി യൂസ്ഡ് ഫോർ റെയിൽവേ ബല്ലാസ്റ്റീസ്. റെയിൽവേ ബല്ലാസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന സ്റ്റോൺ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ സാൻഡ് സ്റ്റോൺ, ഓപ്ഷൻ ബി ഡോളമൈറ്റ്, ഓപ്ഷൻ സി മാർബിൾ, ഓപ്ഷൻ ഡി ബസാൾട്ട് ഓർ ട്രാപ്പ്. ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇതിൽ ആൻസർ ഏതാണ് കിട്ടുന്നത് നോക്കുക. ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലെ, ബസാൾട്ട് ഓർ ട്രാപ്പ് ബസാൾട്ട് ആണ് യൂസ് ചെയ്യുക. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ദേ ആർ ഹാർഡ് ആൻഡ് അതുപോലെ തന്നെ വിയർ റെസിസ്റ്റന്റ് ആണ്. അതുപോലെ തന്നെ എന്താണ് ഇതിന്റെ കപ്പാസിറ്റി ടു വിത്ത്സ്റ്റാൻഡ് ദ ഇമ്മേഴ്സ്ഡ് പ്രഷർ ആൻഡ് അബ്രേഷൻ എന്നുള്ളത് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ വേറെ എന്തോ കാര്യമാണ് ഇവിടെ എക്സ്ട്രാ ഓർക്കേണ്ടത്, ഈ ഒരു ബല്ലാസ്റ്റിന്റെ ഡ്യൂറബിലിറ്റിയും അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ടു വെതറിങ് ആക്ഷൻ എന്നുള്ളതും ഈ ഒരു കാര്യത്തിൽ ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പൊ അത് റിലേറ്റ് ചെയ്ത് ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. സ്റ്റോൺസ് ജനറലി യൂസ്ഡ് ഫോർ റെയിൽവേ ബല്ലാസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബസാൾട്ട് ഓർ ട്രാപ്പ് ആണ്. അതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് അതിന്റെ ഡ്യൂറബിലിറ്റിയും അതുപോലെ തന്നെ വെതർ റെസിസ്റ്റന്റും തന്നെയാണ്. പിന്നെ ഹാർഡ് ആണ്, പിന്നെ വിയർ റെസിസ്റ്റന്റ് ആണെന്നൊക്കെ പറയാൻ പറ്റും. ഡ്യൂറബിലിറ്റി അതുപോലെ തന്നെ വെതർ റെസിസ്റ്റന്റ് അല്ലെ, വെതർ റെസിസ്റ്റന്റ് എന്നും കൂടെ ഉള്ളത് ഓർത്ത് വെക്കുക. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു ബസാൾട്ട് അല്ലെങ്കിൽ ട്രാപ്പിനെ നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ റെയിൽവേസിൽ ബല്ലാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ബല്ലാസ്റ്റ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയണ്ടാവല്ലോ. നമ്മൾ ഈ റെയിൽവേസിന്റെ അടിയിൽ അല്ലെങ്കിൽ സ്ലീപ്പേഴ്സിന്റെ അടിയിൽ നമ്മൾ ക്രഷ്ഡ് സ്റ്റോൺസ്, ഗ്രാവൽസ് ഒക്കെ കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം അതിനെയാണല്ലോ നമ്മൾ ഈ ഒരു ബല്ലാസ്റ്റ് എന്നുള്ള ടേം കൊണ്ട് റെയിൽവേയിൽ ടെക്നിക്കലി പറയുന്നത്. അപ്പം ആ ഒരു ബല്ലാസ്റ്റിന്റെ നമ്മൾ യൂസ് ചെയ്യുന്നത് ബസാൾട്ടോ ട്രാപ്പ് ഒക്കെയാണ് എന്നുള്ളത് ഓർത്ത് വെക്കാം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 5 ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് റോങ് അല്ലെങ്കിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് അല്ലെങ്കിൽ ബോത്ത് കറക്റ്റ് ആണോ റോങ് ആണോ എന്നുള്ളത് ചൂസ് ചെയ്യാനാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പം സ്റ്റേറ്റ്മെന്റ് 1 ഞാൻ വായിക്കാം. സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത് എന്താണ്? Statement 1, eruptive rocks were formed by cooling of hot molten magmas called magma എന്നുള്ളത് ഓർക്കുക. സ്റ്റേറ്റ്മെന്റ് 2 എന്താണ് പറയുന്നത്? ട്രാപ്പ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പ്ലൂട്ടോണിക് ഇഗ്നിയസ് റോക്ക്. ഔട്ട് ഓഫ് ദ ഫോളോവിങ് വിച്ച് ഓപ്ഷൻസ് ഈസ് കറക്റ്റ് എന്നാണ്. ട്രാപ്പ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പ്ലൂട്ടോണിക് റോക്ക് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് എന്താണ്? എറപ്റ്റീവ് റോക്സ് വർ ഫോംഡ് ബൈ കൂളിംഗ് ഓഫ് ഹോട്ട് മോൾട്ടൺ മാഗ്മ കോൾഡ് മാഗ്മ ആണ്. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ വരുന്നത് എന്താണ്? ഓപ്ഷൻ എ വരുന്നത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ട്രൂ. ഓപ്ഷൻ ബി വരുന്നത് സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഫോൾസ്. ഓപ്ഷൻ സി വരുന്നത് എന്താണ്?
ഓപ്ഷൻ സി വരുന്നത് സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഫോൾസ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഇവിടെ ട്രൂ എന്നാണ്. 2 ഈസ് ട്രൂ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓപ്ഷൻ ഡി വരുന്നത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ഫോൾസ്. അപ്പൊ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് വായിച്ചല്ലോ. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറോറ്റീവ് റോക്സ് were formed by cooling of hot molten magma called magma അല്ലെ. അപ്പൊ നമ്മള് മാഗ്മ എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ് അല്ലെ. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ് വരുന്നത്. പിന്നെ സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നത് എന്താണ്? ട്രാപ്പ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പ്ലൂട്ടോണിക് ഇഗ്നിയസ് റോക്ക് അല്ലെ. ഇഗ്നിയസ് റോക്കിൽ നമ്മൾ പറഞ്ഞു പ്ലൂട്ടോണിക് റോക്ക് ഉണ്ട്, ഹൈപ്പാബൈസൽ റോക്ക് ഉണ്ട്, വോൾക്കാനിക് റോക്ക് ഉണ്ട്. അപ്പൊ ഓരോന്നിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? പ്ലൂട്ടോണിക് ആണെങ്കിൽ നമ്മൾ എക്സാമ്പിൾസ് പറഞ്ഞിട്ടുള്ളത് ഏതാണ്? ഗ്രാനൈറ്റ് ആണ് അല്ലെ. ഗ്രാനൈറ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഹൈപ്പാബൈസൽ ആണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഏതാണ്? ഡോളറൈറ്റ് ആണ്. പിന്നെ ഏതാണ്? വോൾക്കാനിക് വരുന്ന സമയത്ത് എക്സാമ്പിൾ വരുന്നത് ഏതാണ്? ബസാൾട്ട്, ട്രാപ്പ് ഒക്കെയാണ് വരുന്നത് വോൾക്കാനിക്കില്. അപ്പം ഇതിൽ ഏതാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്? ട്രാപ്പ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പ്ലൂട്ടോണിക് റോക്ക് എന്നല്ലേ. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. ട്രാപ്പ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വോൾക്കാനിക് റോക്ക് ആണ് അല്ലെ. ട്രാപ്പ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വോൾക്കാനിക് റോക്ക് ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പൊ ഇവിടെ ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് വരുന്നത്? ഫസ്റ്റ് ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ട്രൂ എന്ന് പറയുന്നത് തെറ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഫോൾസ് അല്ലെ. അപ്പം ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് ആൻസർ ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പം ഇതുപോലെ ഇതിലും കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ടൈപ്പുള്ളതാണ് നമുക്ക് ഇപ്പൊ ചോദിച്ചു വരുന്നത്. പക്ഷെ നിങ്ങൾ വായിച്ച് നോക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന തന്നെയായിരിക്കും. അപ്പൊ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ പോവുക. അതിന്റെ വലിപ്പം കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. വേണമെങ്കിൽ നിങ്ങൾ റൗണ്ട് നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് എന്തെങ്കിലും ഒരു മാർക്ക് ചെയ്ത് വെച്ചിട്ട് പോവുക. എന്നിട്ട് നിങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അറിയുന്നതൊക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷം വന്നിട്ട് അതൊന്ന് സമയം എടുത്തിരുന്ന് വായിച്ച് നോക്കുക. അപ്പം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അല്ലെങ്കിലും ഓക്കെ, നിങ്ങൾ ടെൻഷൻ ഇല്ല അല്ലേ. നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യനിൽ വരുന്ന ടെൻഷൻ നിങ്ങൾ ബാക്കി ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ അതിനെ എഫക്റ്റ് ചെയ്യുമെന്നുള്ള ഇഷ്യൂവും അവിടെ ഉണ്ടാവുന്നില്ല. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 6 നോക്കാം. ദ സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് മേസൺറി ബ്രിക്ക് ഈസ്. ഇനി നമ്മൾ ബ്രിക്കിലേക്ക് കടന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് മേസൺറി ബ്രിക്ക് ആണ് ചോദിച്ചിട്ടുള്ളത്. ബ്രിക്കിന്റെ സ്റ്റാൻഡേർഡ് സൈസ് എത്രയാണ് വരുന്നത്? അപ്പൊ നമുക്ക് ബ്രിക്കിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഇവിടെ ഓപ്ഷനും കൂടെ ഒന്ന് ജസ്റ്റ് നോക്കാം അല്ലെ. ഓപ്ഷൻ എ 18 സെന്റിമീറ്റർ 8 സെന്റിമീറ്റർ 8 സെന്റിമീറ്റർ ആണ്. ഓപ്ഷൻ ബി 19 സെന്റിമീറ്റർ 9 സെന്റിമീറ്റർ 9 സെന്റിമീറ്റർ ആണ്. ഓപ്ഷൻ സി 20 സെന്റിമീറ്റർ 10 സെന്റിമീറ്റർ 10 സെന്റിമീറ്റർ. ഓപ്ഷൻ ഡി 21 സെന്റിമീറ്റർ 11 സെന്റിമീറ്റർ 11 സെന്റിമീറ്റർ. അപ്പം നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങളൊരു പേപ്പറിൽ മാർക്ക് ചെയ്ത് വെക്കുക. അപ്പൊ ഞാൻ ആൻസർ പറയുന്നതിന്റെ മുന്നേ ജസ്റ്റ് ഒന്ന് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. ബ്രിക്കിൽ വരുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ്, ബ്രിക്കിന്റെ 2 ടൈപ്പ് വരുന്നുണ്ട് അല്ലെ. ഏതൊക്കെ ടൈപ്പ് ബ്രിക്കാണ്? ഒന്ന് ട്രഡീഷണൽ ബ്രിക്ക് വരുന്നുണ്ട് അല്ലെ. ട്രഡീഷണൽ ബ്രിക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ വരുന്നത് ഏതാണ്? മോഡുലാർ ബ്രിക്ക് അല്ലെ. മോഡുലാർ ബ്രിക്കും വരുന്നുണ്ട്. ട്രഡീഷണൽ ബ്രിക്കിന്റെ സൈസ് എത്രയാണ് വരുന്നത്? ട്രഡീഷണൽ ബ്രിക്ക് അല്ലെങ്കിൽ ഇതിനെ നമുക്ക് നോൺ മോഡുലാർ ബ്രിക്ക് എന്ന് പറഞ്ഞിട്ട് പറയാൻ പറ്റും. നോൺ മോഡുലാർ ബ്രിക്ക് എന്ന് പറഞ്ഞിട്ട് പറയാൻ പറ്റും. ട്രഡീഷണൽ അല്ലെങ്കിൽ നോൺ മോഡുലാർ ബ്രിക്കിൻ്റെത് സൈസ് വരുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 23/11.4/7.6 സെന്റിമീറ്റർ ആണ് അല്ലെ. അതായത് 23 സെന്റിമീറ്റർ ബൈ 11.4 സെന്റിമീറ്റർ ബൈ 7.6 സെന്റിമീറ്റർ ആണ് ഈ ഒരു ട്രഡീഷണൽ ബ്രിക്കിന്റെ സൈസ് വരുന്നത്. ഇനി മോഡുലാർ ബ്രിക്ക് ആണെങ്കിലോ, മോഡുലാർ ബ്രിക്കിന്റെ സ്റ്റാൻഡേർഡ് സൈസും വരുന്നുണ്ട്, നോമിനൽ സൈസും വരുന്നുണ്ട്. സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടാർ തിക്നെസ് ഇല്ലാത്തത്. നോമിനൽ തിക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നോമിനൽ ബ്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടാർ തിക്നെസ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പൊ നമുക്ക് തിക്നെസ് ഓഫ് മോട്ടാർ നമ്മൾ 10 mm to 12 mm വരെയാണ് എടുക്കുക. അപ്പൊ നമ്മളിവിടെ ഒരു 10 mm എന്നുള്ള രീതിയിൽ എടുത്തിട്ടാണ് പറയുന്നത്. അപ്പൊ മോഡുലാർ ബ്രിക്കിൽ നമുക്ക് സ്റ്റാൻഡേർഡ് സൈസ് ഉണ്ട്. സ്റ്റാൻഡേർഡ് സൈസിൽ വരുന്നത് ഏതാണ്?
സ്റ്റാൻഡേർഡ് സൈസിൽ വരുന്നതാണ് 19 സെന്റിമീറ്റർ ബൈ 9 സെന്റിമീറ്റർ ബൈ 9 സെന്റിമീറ്റർ. മറിച്ച് നമുക്ക് നോക്കാനുള്ളത് ഏതാണ്? നോമിനൽ സൈസ് ആണെങ്കിൽ നോമിനൽ സൈസിൽ മോട്ടാർ തിക്നെസ്സും കൂടെ വരും അല്ലെ. ഒരു 19 സെന്റിമീറ്ററിന്റെ കൂടെ എത്രയാണ് വരിക? ഒന്നിക്കലും നമുക്കിപ്പം 10 mm എന്നുള്ള രീതിയിൽ ആഡ് ചെയ്യാം. അപ്പൊ നമുക്കൊരു 1 സെന്റിമീറ്റർ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത് എന്താണ്? 20 സെന്റിമീറ്റർ ബൈ 20 സെന്റിമീറ്റർ ബൈ 10 സെന്റിമീറ്റർ ബൈ 10 സെന്റിമീറ്റർ ആയിരിക്കും ഉണ്ടാവുക. അപ്പം ട്രഡീഷണൽ നോൺ മോഡുലാർ ബ്രിക്കും നോക്കി, മോഡുലാർ ബ്രിക്കും നോക്കി. അപ്പം അതിന്റെ സ്റ്റാൻഡേർഡ് സൈസും അതുപോലെ തന്നെ നോമിനൽ സൈസും നോക്കുക. പിന്നെ അതുപോലെ തന്നെ ട്രഡീഷണൽ ബ്രിക്കിന്റെ അല്ലെങ്കിൽ നോൺ മോഡുലാർ ബ്രിക്കിന്റെ സൈസും കൂടെ നോക്കി വെക്കുക. അപ്പൊ നമുക്കിവിടെ ക്വസ്റ്റ്യനിലേക്ക് വരാം അല്ലെ. ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് മേസൺറി ബ്രിക്ക് ഈസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് മേസൺറി ബ്രിക്ക് എന്താണ് വരുന്നത്? 19 ബൈ 9 ബൈ 9 സെന്റിമീറ്റർ ആണ് അല്ലെ. യൂണിറ്റ് നോക്കണം. അപ്പൊ ഇവിടെ വരുന്നത് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലെ. ഓപ്ഷൻ ബി ആണ് ക്വസ്റ്റ്യൻ നമ്പർ 6 ആൻസർ വരുന്നത് എന്നുള്ളത് നോക്കി വെക്കുക. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ് നോക്കാനുള്ളത്. ദ മെയിൻ ഇൻഗ്രീഡിയന്റ് ഓഫ് ഗുഡ് ക്വാളിറ്റി ബ്രിക്ക് എർത്ത് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അറിയാം അല്ലെ, ബ്രിക്കിനിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് വരുന്നുണ്ട്. അതിൽ മെയിൻ ഇൻഗ്രീഡിയന്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ മഗ്നീഷ്യ, ഓപ്ഷൻ ബി ലൈം, ഓപ്ഷൻ സി സിലിക്ക, ഓപ്ഷൻ ഡി അലൂമിനിയം അല്ലെ. ഏതാണ് മെയിൻ ഇൻഗ്രീഡിയന്റ് വരുന്നത്? അപ്പൊ നമ്മൾ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് ഈ ഒരു ടേം വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. സാലിൻ എന്ന് പറഞ്ഞിട്ട് S4 എന്താണ്? S4 സിലിക്ക ആണ്. അതുപോലെ തന്നെ A4 എന്താണ്? അലൂമിനിയം ആണ്. L4 എന്താണ്? ലൈം ആണ്. I4 അയേൺ ഓക്സൈഡ് ആണ്. M4 എന്താണ്? മഗ്നീഷ്യ അല്ലെ. മഗ്നീഷ്യ ആണ് വരുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ബ്രിക്കിൽ ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ കോമ്പോസിഷൻ കോൺസ്റ്റിറ്റ്യൂയൻസ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പം സിലിക്ക ഇനി നമുക്ക് ഓരോന്ന് എത്ര പെർസെൻറ്റേജ് ആണ് ഉള്ളത്, എന്താണ് അത് ഇമ്പാക്ട് ചെയ്യുന്നത്, അത് എക്സസ് ആയി കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം, അല്ലെങ്കിൽ അത് ഈ പ്രൊവൈഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പൊ നമുക്ക് സിലിക്ക എത്ര പെർസെൻറ്റേജ് ആണ് നമ്മൾ ബ്രിക്കിൽ ഉണ്ടാവുക, ബ്രിക്കറത്തിൽ ഉണ്ടാവുക എന്ന് പറയാം. ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ നോക്കാം. 50 to 60% ആണ് അല്ലേ സിലിക്ക ഉണ്ടാവുക. മറിച്ച് അലൂമിനിയം ആണെങ്കിലോ, അലൂമിനിയം ആണെങ്കിൽ 20 to 30% ആണ്. പിന്നെ ലൈം അല്ലെ, ലൈം എത്ര പെർസെൻറ്റേജ് ആണ് ഉണ്ടാവുക? <5% എന്നുള്ളത് ഓർത്ത് വെക്കുക. അയൺ ഓക്സൈഡ് ആണെങ്കിലും 5 to 6% ആയിരിക്കും. മഗ്നീഷ്യം ആണെങ്കിലോ, മഗ്നീഷ്യം ആണെങ്കിൽ നമ്മൾ 1 to 2% എന്ന് പറയുന്നത് 2 to 4% പറയുന്നുണ്ട്. 1 to 2% എന്നുള്ളത് ഓർത്ത് വെക്കുക. രണ്ടും കാണാറുണ്ട്. 1 to 2% എന്നാണ് ഞാൻ ജസ്റ്റ് എഴുതിയത്. ഇനി നമുക്ക് ഇത് എന്തൊക്കെയാണ് ഇമ്പാക്ട് ചെയ്യുന്നത് നോക്കാം അല്ലെ. ഇപ്പൊ സിലിക്ക നമുക്ക് എന്താണ് ഇമ്പാക്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമുക്ക് ഓരോന്നും എന്തൊക്കെയാണ് ബ്രിക്കർത്തിന് കൊടുക്കുന്നത് നോക്കാം. സിലിക്ക എന്താണ്? സിലിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർ കണ്ടന്റ് ആണ്, ബ്രിക്കിലുള്ള മേജർ കണ്ടന്റ് ആണ് അല്ലെ. അതിന്റെ കൂടുതൽ പെർസെൻറ്റേജ് അല്ലെ 50 to 60% സിലിക്കയാണ് ബ്രിക്കർത്തിലുള്ളത്. അപ്പം മേജർ കണ്ടന്റ് ആണ് സിലിക്ക എന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഇതെന്താണ് ഇമ്പാക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിഫോം ഷേപ്പാണ് ഈ ഒരു സിലിക്ക ഇമ്പാക്ട് ചെയ്യുന്നത്. എക്സസ് ആയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? എക്സസ് ആയി കഴിഞ്ഞാൽ ഈ ഒരു ബ്രിക്കിന്റെ പാർട്ടിക്കിൾസ് തമ്മിലുള്ള കൊഹിഷനെ ഡിസ്ട്രോയ് ചെയ്യുക. അപ്പം ബ്രിക്ക് എന്തായിരിക്കും? ബ്രിക്ക് ബിക്കം ബ്രിട്ടിൽ ആവും അല്ലെ. അപ്പം എന്താണ് ചെയ്യാം? എക്സസ് സിലിക്ക ഡിസ്ട്രോയ്, എക്സസ് എന്നുള്ളത് ഓർത്ത് വെക്കുക. എക്സസ് സിലിക്ക ഡിസ്ട്രോയ് cohesion between particle so that it leads to destroy or brittle ആവും എന്നുള്ളത് ഓർത്ത് വെക്കുക. ബ്രിക്ക്. പിന്നെ നമുക്ക് അലൂമിനിയം ആണ് നോക്കാനുള്ളത്. സിലിക്ക പറഞ്ഞു. അലൂമിനിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്?
അലൂമിന ഈസ് എ ചീഫ് ഇൻഗ്രീഡിയൻ്റ് ആണ് അല്ലേ. ചീഫ് ഇൻഗ്രീഡിയൻറ്റ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് ഓഫ് എവറി കൈൻഡ് ഓഫ് ക്ലേ എന്നുള്ളതും പറയാൻ പറ്റും. അപ്പം അലൂമിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ചീഫ് അല്ലെങ്കിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയാൻ പറ്റും അല്ലേ. പിന്നെ നമുക്ക് ഈ ഒരു അലൂമിനിയം എന്താണ് ഇമ്പാക്ട് ചെയ്യുന്നത്, ഇമ്പാക്ട് പ്ലാസ്റ്റിസിറ്റി ആണ്. ഇമ്പാക്ട് പ്ലാസ്റ്റിസിറ്റി ആണ്. ഇനി ഒരു അലൂമിനിയം എക്സസ് ആയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക, ഷ്രിങ്കേജും റാപ്പിംഗ് ആണ് അല്ലെ. ഡ്രൈയിങ് ആവുന്ന സമയത്ത്, ഡ്രൈയിങ് ആൻഡ് ബേണിങ്ങിന്റെ സമയത്ത് ഈ ഒരു ബ്രിക്ക് ഷ്രിങ്ക് ആവും, റാപ്പ് ആവും എന്നൊക്കെ ഉള്ളത് ഓർത്ത് വെക്കുക. എക്സസ് മേക്ക് ബ്രിക്ക് ഷ്രിങ്ക്, അതുപോലെ തന്നെ റാപ്പ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അതാണ് അലൂമിനിയൻ്റെതുള്ളത്. അലൂമിനിയം സിലിക്ക ഇമ്പോർട്ടൻ്റ് ആണ്. സിലിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർ കണ്ടന്റ് ആണ്. അലൂമിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീഫ് ഇൻഗ്രീഡിയൻ്റ് അല്ലെങ്കിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്നൊക്കെ പറയാൻ പറ്റും. എക്സസ് ആയി കഴിഞ്ഞാൽ ഷ്രിങ്ക് ആൻഡ് റാപ്പ് എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ ലൈം അല്ലേ, ലൈം എന്താണ്, ലൈം ആക്ട് ആസ് എ ഫ്ലെക്സ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ആക്ട് ആസ് എ ഫ്ലെക്സ്, ലൈം എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്, ലൈം ആക്ട് ആസ് എ ഫ്ലെക്സ്, ആക്ട് ആസ് എ ഫ്ലെക്സ് ആണ്. അതുപോലെ തന്നെ ഇത് എക്സസ് ആയി കഴിഞ്ഞാൽ ബ്രിക്ക് മെൽറ്റ് ആവും, അതിന്റെ ഷേപ്പ് ലോസ് ആവും എന്നുള്ളതൊക്കെ ഓർത്ത് വെക്കുക. അതുപോലെ അയേൺ ഓക്സൈഡ്, അയോൺ ഓക്സൈഡ് ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അയോൺ ഓക്സൈഡ് എന്താണ് ഇമ്പാക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിക്കിന്റെ ആ ഒരു റെഡ് കളർ അല്ലേ, ബ്രിക്കിന്റെ ആ ഒരു റെഡ് കളർ കൊടുക്കുന്നത് അയൺ ഓക്സൈഡ് ആണ്. ഇത് എക്സസ് ആയി കഴിഞ്ഞാൽ ബ്രിക്ക് എന്താവും, ബ്രിക്ക് ഡാർക്ക് ബ്ലൂയിലേക്കോ അല്ലെങ്കിൽ ബ്ലാക്കിഷ് കളറിലേക്കോ മാറും. എക്സസ് മേക്സ് ഇറ്റ് ഡാർക്ക് ബ്ലൂ എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ മഗ്നീഷ്യ എത്ര പെർസെൻറ്റേജ് ആണ്, 1 to 2% ആണ് അല്ലെ. മഗ്നീഷ്യ ഇമ്പാക്ട് ചെയ്യുന്നത് എന്താണ്, ബ്രിക്കിന് ഒരു യെല്ലോ കളർ കൊടുക്കുന്നതാണ് നമ്മൾ മഗ്നീഷ്യ ഇമ്പാക്ട് ചെയ്യുന്നത്. പ്രിവെന്റ് ചെയ്യുന്നത് എന്താണ്, ഷ്രിങ്കേജ് ആണ്. അതുപോലെ തന്നെ എക്സസ് ആയി കഴിഞ്ഞാൽ എന്താണ്, എക്സസ് മേക്ക് ഡീകേ ഓഫ് ബ്രിക്ക്, ആ ഒരു ടേം ഓർത്ത് വെക്കുക. ഇങ്ങനെ തന്നെ നമുക്ക് ചോദിച്ചിട്ടുണ്ട്, ഡീകേ ഓഫ് ബ്രിക്ക് എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പം ഇത്രയാണ് നമുക്ക് ബ്രിക്കിൽ പറയാനുള്ളത്. ബ്രിക്കിൽ മീൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിന്റെ കോൺസ്റ്റിറ്റ്യൂവൻസ് പറയാനുള്ളത് സിലിക്ക, അലൂമിന, ലൈം, അയൺ ഓക്സൈഡ് എന്ന് ഓർത്ത് വെക്കുക. പെർസെൻറ്റേജ് ഓർത്ത് വെക്കുക, അതെന്തൊക്കെയാണ് ഇമ്പാക്ട് ചെയ്യുന്നത്, എക്സസ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എന്താണ് ഫെസിലിറ്റിയാണ് അതിന് കൊടുക്കുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം അല്ലെ. ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചിട്ടുള്ളത്, ദ മെയിൻ ഇൻഗ്രീഡിയന്റ് ഓഫ് ഗുഡ് ക്വാളിറ്റി ഓഫ് ബ്രിക്ക് എർത്ത് ആണ്. അപ്പം ഏതാണ്, ഫസ്റ്റ് മഗ്നീഷ്യ ആണ്. മഗ്നീഷ്യ എന്തായാലും അല്ല അല്ലെ, 1 to 2% വരെയൊക്കെ നമ്മൾ മഗ്നീഷ്യ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പം മഗ്നീഷ്യ അല്ല. പിന്നെ ലൈം ആണ് ചോദിച്ചിട്ടുള്ളത്. ലൈം എന്താണ് ഇമ്പാക്ട് ചെയ്യുന്നത്, ആക്ട് ആസ് എ ഫ്ലെക്സ് ആണ്, പ്രിവെന്റ് ഷ്രിങ്കേജ് ഓഫ് റോ ബ്രിക്ക് എന്നുള്ളതാണ് ലൈം ചെയ്യുന്നത്. അപ്പം ലൈമും അല്ല ആൻസർ വരുന്നത്. പിന്നെ സിലിക്കയാണ് അല്ലെ. സിലിക്ക എന്താണ്, സിലിക്ക മേജർ കണ്ടന്റ് ആണ് അല്ലെ, മേജർ കണ്ടന്റ് ആണ് സിലിക്ക വരുന്നത്. പിന്നെ അലൂമിന ആണെങ്കിലോ, അലൂമിന എന്താണ് വരുന്നത്, അലൂമിന ഈസ് എ ചീഫ് ഓർ മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ്. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്, ഓപ്ഷൻ ഡി അലൂമിന ആണെന്ന് പറയാൻ പറ്റും. ഓപ്ഷൻ ഡി അലൂമിന ആണ് ഇവിടെ ആൻസർ വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 8 നോക്കിയാൽ, ക്വസ്റ്റ്യൻ നമ്പർ 8 എന്താണ്, പിക്ക് അപ്പ് ദ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് എ ഗുഡ് ബ്രിക്ക് എർത്ത് ഹൂസ് എക്സസ് കോസസ് ദ റോ ബ്രിക്ക് ഷ്രിങ്ക് ആൻഡ് റാപ്പ് ഡ്യൂറിങ് ഡ്രൈയിങ് ആൻഡ് ബേണിംഗ് ഫ്രം ദ ഫോളോവിങ് എന്നാണ്. അപ്പോൾ ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ അലൂമിന, ഓപ്ഷൻ ബി ലൈം, ഓപ്ഷൻ സി അയൺ ഓക്സൈഡ്, ഓപ്ഷൻ ഡി മഗ്നീഷ്യ ആണ് അല്ലെ. ഇവിടെ എന്താണ് ചോദിച്ചിട്ടുള്ളത്, പിക്കപ്പ് ദ കോൺസ്റ്റന്റ് ഓഫ് ഗുഡ് ബ്രിക്ക് എർത്ത് ഹൂസ് എക്സസ് അല്ലെ. എക്സസ് എന്തിനാണ് കാരണമാവുക, റോ ബ്രിക്സ് ഷ്രിങ്ക് ആൻഡ് റാപ്പ് ഡ്യൂറിങ് ഡ്രൈയിങ് ആൻഡ് ബേണിംഗ് അല്ലെ. നമ്മളിപ്പോ പറഞ്ഞ കാര്യം തന്നെയാണ്. ഏതാണ് ആൻസർ വരുന്നത്, അയൺ ഓക്സൈഡ് ആണോ, അയൺ ഓക്സൈഡ് അല്ല അല്ലെ. എക്സസ് ആയി കഴിഞ്ഞാൽ ഒരു ബ്ലാക്കിഷ് അല്ലെങ്കിൽ ബ്ലൂ കളർ ആണല്ലേ ബ്രിക്കിന് ഉണ്ടാക്കുക. ലൈം എക്സസ് ആയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക, ബ്രിക്ക് മെൽറ്റ് ആവും, അതിന്റെ ഷേപ്പ് ലോസ് ആണ്. അപ്പൊ ലൈമും അല്ല. മഗ്നീഷ്യ ആണെങ്കിൽ എക്സസ് ആയി കഴിഞ്ഞാൽ ഡീകേ ഓഫ് ബ്രിക്ക് ആണ്. അപ്പം മഗ്നീഷ്യം അല്ല. അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ അലൂമിന തന്നെയാണ് അല്ലെ. ഓപ്ഷൻ എ അലൂമിന ആണ്. അലൂമിന എക്സസ് ആയി കഴിഞ്ഞാൽ എന്താണ്, ഷ്രിങ്ക് ആൻഡ് റാപ്പ് ഡ്യൂറിങ് ഡ്രൈയിങ് ആൻഡ് ബേണിംഗ് എന്നുള്ള ടേം ഓർത്ത് വെക്കുക. ഇമ്പാക്ട് ചെയ്യുന്നത് അലൂമിന ഇമ്പാക്ട് പ്ലാസ്റ്റിസിറ്റി ആണ്, അതും കൂടെ ഓർത്ത് വെക്കുക, അതും ചോദിക്കാറുണ്ട്.
പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ്. പിക്കപ്പ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോവിങ്. Option A, Bull's Trench Kiln is a trench excavated in ground. Option B, Hoffman Kiln is constructed over ground. Option C, Tunnel Kiln is constructed as a tunnel. Option D, all of the above. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രിക്കിന്റെ ഫോർമേഷന്റെ ഒരു അല്ലെങ്കിൽ പ്രിപ്പറേഷന്റെ മാനുഫാക്ചറിങ്ങിലൊക്കെ വരുന്നൊരു കാര്യമാണല്ലോ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ വരുന്നതാണ്. അപ്പൊ മാനുഫാക്ചറിങ് ഓഫ് ബ്രിക്കിന്റെ സ്റ്റെപ്പ് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. മാനുഫാക്ചറിങ് ഓഫ് ബ്രിക്ക്. മാനുഫാക്ചർ ഓഫ് ബ്രിക്കിൽ വരുന്നത് ഏതൊക്കെ സ്റ്റെപ്പാണ്? ഫസ്റ്റ് പ്രിപ്പറേഷൻ ഓഫ് ക്ലേ വരുന്നുണ്ട്. പ്രിപ്പറേഷൻ ഓഫ് ക്ലേ വരുന്നുണ്ട്. സെക്കൻഡ് മൗൾഡിങ് ആണ് വരുന്നത്. തേർഡ് എന്താണ്? ഡ്രൈയിങ് ആണ്. ഫോർത്ത് ബേണിംഗ് ആണ് വരുന്നത്. അപ്പം ഇതിലെല്ലാം തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും നമുക്ക് ടൈമില്ല. ജസ്റ്റ് അധികം ചോദിച്ച് കണ്ടിട്ടുള്ള ഏരിയാസ് മാത്രം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. നിങ്ങൾ പഠിക്കുമ്പം എല്ലാ ഏരിയാസും തന്നെ പഠിക്കാൻ നോക്കുക. അപ്പൊ നമ്മൾ പ്രിപ്പറേഷൻ ഓഫ് ക്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ തന്നെ അൺസോയിലിങ്, പ്രിപ്പറേഷൻ ഓഫ് ക്ലേ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ക്ലേ എടുക്കണം അല്ലേ മണ്ണെന്ന്. അപ്പൊ നമ്മൾ ആദ്യം ടോപ്പ് അൺസോയിൽ ചെയ്ത് കഴിഞ്ഞാൽ ലെയർ ഓഫ് ഒരു 200 സെന്റിമീറ്റർ ഡെപ്ത് ഓഫ് സോയിൽ നമ്മൾ റിമൂവ് ചെയ്യും അല്ലേ. അതിനുശേഷം നമ്മൾ ഡിഗ് ചെയ്യും. ഡിഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ആ ഒരു ക്ലേനെ ഡഗ് ചെയ്തെടുക്കുന്നതിന് അല്ലെ ഒരു ലെവല് വരെ, എന്നിട്ട് അതിനെ നമ്മൾ ക്ലീൻ ചെയ്യും. അതിലുള്ള സ്റ്റോൺസും പെബിൾസും വെജിറ്റബിൾ മാറ്റേഴ്സും ഒക്കെ ക്ലീൻ ചെയ്തെടുക്കും. പിന്നെ നമ്മൾ അതിനെ വെതറിങ് ചെയ്യും അല്ലെ. നമ്മൾ ഈ ഒരു അറ്റ്മോസ്ഫിയറുമായിട്ട് അതിനെ സോഫ്റ്റനിങ് ചെയ്യേണ്ടിയിട്ടും അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫ്യൂ വീക്സ് നമ്മൾ അതിനെ വെതർ ചെയ്തെടുക്കും. പിന്നെ നമ്മൾ ബ്ലെൻഡിങ് ആണ് അല്ലേ ചെയ്യുന്നത്. ബ്ലെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് അതിനെ ഹാർമോണിയസ് മിക്സ് ചെയ്തെടുക്കുന്നതിനെയാണ് നമ്മൾ ബ്ലെൻഡിങ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് ടെമ്പറിങ് അല്ലെ. ടെമ്പറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്കൊരു ക്ലേന് ഒരു പ്രോപ്പർ ഡിഗ്രി ഓഫ് ഹാർഡ്നെസ് കിട്ടേണ്ടിയിട്ട് അത് നമ്മൾ നീഡിങ്ങും പഗ്ഗിങ്ങും ഒക്കെ ചെയ്തു വരുന്നതാണ്. നീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മിക്സിംഗ് ഓഫ് ക്ലേ വിത്ത് വാട്ടർ. അതുപോലെ തന്നെ പഗ്ഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗ്രൈൻഡിങ് ഓഫ് ക്ലേ വിത്ത് വാട്ടർ ആണെങ്കിൽ നമ്മൾ അതിനെ പഗ്ഗിങ് എന്ന് പറയും. അതൊന്നും ഞാൻ നോട്ടായിട്ട് എഴുതുന്നില്ല. അപ്പൊ നമ്മൾ ഫസ്റ്റ് പ്രിപ്പറേഷൻ ഓഫ് ക്ലേ പറഞ്ഞു. പിന്നെ സെക്കൻഡ് വരുന്നതാണ് പ്രിപ്പറേഷൻ ഓഫ് ക്ലേയിൽ പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ളതൊക്കെ. പിന്നെ നമ്മൾ മൗൾഡിങ് ആണ് വരുന്നത്. മൗൾഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വരുന്നത്? മൗൾഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന മൗൾഡ് 8 to 12% മോർ ദാൻ ദ ആക്ച്വൽ സൈസ് ഓഫ് ബ്രിക്ക് ആയിരിക്കണം അല്ലെ. നമ്മൾ അതേ സൈസിലുള്ളൊരു ബ്രിക്കിന്റെ അതേ സൈസിലുള്ളൊരു പാത്രത്തിലാണ് നമ്മൾ പാത്രം എന്നൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞതാണ്. അതിന്റെ ആ ഒരു ബാലറ്റ് ബോർഡ്, സ്റ്റോക്ക് ബോർഡ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയണ്ടാവും. ആ ഒരു കറക്റ്റ് ആ ഒരു സൈസിലാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ ക്ലേ ഒക്കെ ഇട്ട് നമുക്ക് പുറത്തേക്ക് കിട്ടുമ്പോൾ നമ്മൾ നോർമൽ വേണ്ട സൈസിന്റെ കുറവായിരിക്കില്ലേ നമ്മളെ ബ്രിക്ക് ഉണ്ടാവുക. അപ്പൊ നമ്മൾ എന്തായാലും ഈ ഒരു മൗൾഡ് എടുക്കേണ്ടത് നമ്മൾ ആവശ്യമുള്ള ബ്രിക്കിന്റെ 8 to 12% ലാർജർ ആയിരിക്കണം എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പൊ മൗൾഡിങ് ഇതുപോലെ തന്നെ ഹാൻഡ് മൗൾഡിങ്ങും മെഷീൻ മൗൾഡിങ്ങും ഒക്കെ വരുന്നുണ്ട്. അതുപോലെ അവിടെ നമുക്ക് ഓർത്ത് വെക്കേണ്ട ഗ്രൗണ്ട് മൗൾഡിങ്ങും ഹാൻഡ് മൗൾഡിങ്ങും മെഷീൻ മൗൾഡിങ്ങും എന്നുള്ളത് ഓർത്ത് വെക്കുക. ഹാൻഡ് മൗൾഡിങ് നമ്മൾ സ്മോൾ സ്കെയിലാണ്, മെഷീൻ മൗൾഡിങ് ആണെങ്കിൽ നമ്മൾ ലാർജ് സ്കെയിലാണ് എടുക്കുന്നത്. പിന്നെ ഇവിടെ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോപ്പ് മൗൾഡിങ്ങും സാൻഡ് മൗൾഡിങ്ങും എപ്പോഴും ചോദിച്ചു കാണാറുണ്ട്. ഡിപ്പിംഗ് ഓഫ് മൗൾഡ് ഇൻ വാട്ടറിലാണെങ്കിൽ നമ്മൾ വാട്ടറിൽ ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ബ്രിക്കിനെ മൗൾഡ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ ഈ ഒരു സ്ലോപ്പ് മൗൾഡിങ് എന്ന് പറയും. സ്പ്രിംഗ്ലിംഗ് അല്ലെങ്കിൽ നമ്മൾ സാൻഡ് ഒക്കെ വെച്ചിട്ടാണെങ്കിൽ സാൻഡ് ഇൻസൈഡ് കൊടുക്കുകയാണെങ്കിൽ ആഷോ സാൻഡോ ഒക്കെ നമ്മൾ സ്പ്രിങ്കിൾ ചെയ്തിട്ടാണ് നമ്മൾ മൗൾഡ് ചെയ്തെടുക്കുന്നതെങ്കിൽ അതിന് നമ്മൾ സാൻഡ് മൗൾഡഡ് ബ്രിക്ക് എന്ന് പറയും. സാൻഡ് മൗൾഡഡ് ബ്രിക്കിനെ ആ ഒരു സാൻഡ് ആയിട്ട് തന്നെ കണക്ട് ചെയ്താൽ മതി. സ്ലോപ്പ് മൗൾഡഡ് അല്ലാത്തത് സ്ലോപ്പ് മൗൾഡഡ് ആണ്. അതായത് സ്ലോപ്പ് മൗൾഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പിംഗ് മൗൾഡ് ഇൻ വാട്ടർ ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ അതാണ് മൗൾഡിങ്ങിൽ ഓർത്ത് വെക്കേണ്ടത്. പിന്നെ അവിടെ റിലേറ്റ് ചെയ്ത് വരുന്നതാണ് ഫ്രോക്ക് ഒക്കെ. അപ്പൊ അതിന്റെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അവിടെ പറയുമ്പോൾ നമുക്ക് അതിനെ കുറിച്ച് പറയാം. പിന്നെ ഡ്രൈയിങ്
ആണ് വരുന്നത്. ഡ്രൈയിങ്ങും ഇതുപോലെ തന്നെ നാച്ചുറൽ ഡ്രൈയിങ്ങും ആർട്ടിഫിഷ്യൽ ഡ്രൈയിങ്ങും വരുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് വണ്ണാണ് ബേണിംഗ് വരുന്നത് അല്ലെ. ബേണിങ്ങിന്റെ ആ ഒരു ടെമ്പറേച്ചർ ഇമ്പോർട്ടന്റ് ആണ്. ബേണിങ്ങിൽ വരുന്നത് 900 to 1200 ഡിഗ്രി സെൽഷ്യസ് ആണ് ആ ഒരു ടെമ്പറേച്ചർ വരുന്നത്. അവിടെ ഇതുപോലെ തന്നെ ക്ലാമ്പ് ബേണിങ്ങും വരുന്നുണ്ട്. പിന്നെ കിലൻ ബേണിങ്ങും വരുന്നുണ്ട് അല്ലെ. കിലൻ ബേണിംഗ് ആണ് നമ്മൾ ലാർജ് സൈസിൽ വരുന്നത്. അപ്പം ഈ ഒരു കിലൻ ബേണിങ്ങിൽ പിന്നും പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം അതൊന്ന് ഷോർട്ടാക്കിയിട്ട് ഞാൻ പറയാം. കിലൻ ബേണിങ്ങിൽ ഇന്റർമിറ്റന്റ് കിലനും ഉണ്ട്, കണ്ടിന്യൂസ് കിലനും ഉണ്ട് അല്ലെ. ഇന്റർമിറ്റന്റ് കിലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എങ്ങനെയായിരിക്കും കൊടുക്കുന്നുണ്ടാവുക, ഫ്യൂവൽ ബോട്ടത്തിൽ കൊടുത്തിട്ട് മുകളിലേക്ക് പോയിട്ട് ആ ഫ്യൂവൽ എസ്കേപ്പ് ആയി പോകും അല്ലെ. പിന്നെ കണ്ടിന്യൂസ് കിലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്, ഫ്യൂവൽ താഴെ നിന്ന് മുകളിലേക്ക് പോയിട്ട് പിന്നെ താഴേക്ക് വരുന്ന ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ ഈ ഒരു കണ്ടിന്യൂസ് കിലൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കണ്ടിന്യൂസ് കിലനും അതുപോലെ തന്നെ ഇന്റർമിറ്റന്റ് കിലനും ഉണ്ട്. അപ്പൊ നമുക്ക് ഇന്റർമിറ്റന്റ് കിലറിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. ഇന്റർമിറ്റന്റിൽ തന്നെ വീണ്ടും ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. കണ്ടിന്യൂസ് കിലനിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ് അധികവും നമുക്ക് എടുത്തു പറയാറുള്ളത്. അപ്പൊ നമുക്ക് കണ്ടിന്യൂസ് കിലൻ്റെത് ജസ്റ്റ് ഒന്ന് നോക്കാം. കണ്ടിന്യൂസ് കിലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വരുന്ന എന്തൊക്കെയാണ്, അതിൽ വരുന്നതാണ് ബുൾസ്ട്രെഞ്ച് കിലൻ, അതുപോലെ തന്നെ ഹോഫ്മാൻസ് കിലൻ, ടണൽ കിലൻ ഒക്കെ വരുന്നത്. അപ്പം ഏതൊക്കെയാണ്, ബുൾസ് ട്രെഞ്ച്, ഹോഫ്മാൻസ്, പിന്നെ അതുപോലെ തന്നെ ടണൽ കിലൻ. ഇത്രയാണ് നമുക്ക് കിലന്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. അതിൽ ബുൾസ്ട്രെഞ്ച് കിലൻ ആണ് നമ്മൾ ഇന്ത്യയിൽ വൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം വൈഡ്ലി യൂസ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ബുൾസ്ട്രെഞ്ച് കിലന്റെ ഓർത്ത് വെക്കാം. വൈഡ്ലി യൂസ്ഡ് ഇൻ ഇന്ത്യ. അതുപോലെ തന്നെ ഇത് എവിടെയായിരിക്കും ഉണ്ടാവുക, മേ ബി ഫുള്ളി അണ്ടർഗ്രൗണ്ട് ഓർ പാർട്ട്ലി പ്രൊജക്റ്റിംഗ് എബോവ് ദ ഗ്രൗണ്ട് ആയിരിക്കും. അപ്പം പാർട്ട്ലി പ്രൊജക്റ്റിംഗ് എബോവ് ദ ഗ്രൗണ്ട് ആണ് ആ ഒരു ടേം ഓർത്ത് വെക്കുക. ബുൾസ്ട്രെഞ്ച് കിലൻ വരുന്നത്. പിന്നെ ഹോഫ്മാൻസ് കിലൻ വരികയാണെങ്കിൽ അത് വേൾഡ് വൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. എവിടെയാണ് ഇത് കൺസ്ട്രക്ട് ചെയ്യുന്നത്, കൺസ്ട്രക്റ്റഡ് ഓവർ ഗ്രൗണ്ട് ആണ്. കൺസ്ട്രക്റ്റഡ് ഓവർ ഗ്രൗണ്ട് എന്നുള്ളത് ഓർത്ത് വെക്കുക. വൈഡ്ലി വേൾഡ് വൈഡ് യൂസ് ചെയ്യുന്നതാണ് എന്നുള്ളതും ഓർത്ത് വെക്കുക, വേൾഡ് വൈഡ്. പിന്നെ ടണൽ കിലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ആ ഒരു ടണലിനെ പോലെ ഇവിടെ നമ്മൾ ഇതുപോലെ തന്നെ നമ്മളിപ്പോ ഒരു ടണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ രീതിയിലായിരിക്കും ഉണ്ടാവുക. ഇതേ രീതിയിൽ നമ്മളൊരു ഇങ്ങനെ ട്രോളിയിൽ ഇങ്ങനെ റോൾ ചെയ്ത് പോകും. നമ്മളൊരു ബ്രിക്കിനെ വെച്ചിട്ട് ഇങ്ങനെ മൂവ് ചെയ്തിട്ട് പോവാണ് ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിലേക്ക്. അതേ രീതിയിൽ വരുന്നതിനെയാണ് നമ്മൾ ടണൽ കിലൻ എന്ന് പറയുന്നത്. അപ്പൊ 3 മനസ്സിലായല്ലോ. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചിട്ടുള്ളത്, നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിട്ടുള്ളത്, പിക്കപ്പ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോവിങ് ആണ്. ഓപ്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം. ഓപ്ഷൻ എ, ബുൾസ്ട്രെഞ്ച് കിലൻ ഈസ് ട്രെഞ്ച് എക്സ്കവേറ്റഡ് ഇൻ ഗ്രൗണ്ട് എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ബുൾസ്ട്രെഞ്ച് കിലനെ കുറിച്ച് നമ്മൾ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ബുൾസ്ട്രെഞ്ചിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫുള്ളി അണ്ടർഗ്രൗണ്ട് ഓർ പാർട്ട്ലി പ്രൊജക്റ്റിംഗ് എബോവ് ദ ഗ്രൗണ്ട് അല്ലെ. അപ്പം ആ ഒരു കാര്യം തന്നെയാണല്ലേ പറഞ്ഞിട്ടുള്ളത്, ട്രെഞ്ച് എക്സ്കവേറ്റഡ് ഇൻ ഗ്രൗണ്ട്. അപ്പം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ഹോഫ്മാൻസ് കിലൻ ഈസ് കൺസ്ട്രക്റ്റഡ് ഓവർ ഗ്രൗണ്ട് അല്ലെ. അത് തന്നെയാണല്ലേ നമ്മൾ ഹോഫ്മാൻസ് കിലൻസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതും ശരിയാണ്. ഓപ്ഷൻ സി വരുന്നത്, ടണൽ കിലൻ ഈസ് കൺസ്ട്രക്റ്റഡ് ആസ് എ ടണൽ അല്ലേ. ഒരു എൻഡിൽ നിന്നും അടുത്ത എൻഡിലേക്ക് നമ്മൾ ബ്രിക്കിനെ ഇങ്ങനെ മൂവ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ അതിന് നമ്മൾ ഒരു ടണൽ ലൈക്ക് അല്ലേ. അപ്പം അത് തന്നെയാണ് ഈ ഒരു ടണൽ കിലൻ എന്ന് പറയുന്നത്. അപ്പം ഓപ്ഷൻ സിയും കറക്റ്റ് ആണ്. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓൾ ദ എബോവ് ആണ് ആൻസർ വരുന്നത്. അപ്പം ക്വസ്റ്റ്യൻ നമ്പർ 9 എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 10 നോക്കാം. എ ബുൾ നോസ് ബ്രിക്ക് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ. ബുൾ നോസ് ബ്രിക്ക് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യാത്തതെന്നാണ് ചോദിച്ചിട്ടുള്ളത്.
അപ്പൊ നമുക്ക് ബ്രിക്കിൽ തന്നെ പല ടൈപ്പ് ഓഫ് ബ്രിക്ക് നോക്കാനുണ്ട്. അപ്പം അതിൽ ബുൾനോസ് ബ്രിക്കിൻ്റെതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ റൗണ്ടിങ് ഓഫ് ഷാർപ്പ് കോർണേഴ്സ്, ഓപ്ഷൻ ബി പില്ലേഴ്സ്, ഓപ്ഷൻ സി ഡെക്കറേഷൻ പേർപ്പസ്, ഓപ്ഷൻ ഡി ആർച്ചസ്. അല്ലെ, അപ്പൊ നമ്മൾ ബുൾനോസ് ബ്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഷേപ്പിലാണ് വരുന്നത്? ബുൾനോസ് ബ്രിക്ക് ഇതേ രീതിയിലാണ് അല്ലെ വരുന്നത്. അപ്പം ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ വരുന്നതാണല്ലോ നമ്മൾ ബുൾനോസ് ബ്രിക്ക് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടാവും വിചാരിക്കുന്നു. ഈ ഒരു ഷേപ്പിലാണ് ബുൾനോസ് ബ്രിക്ക് ഉണ്ടാവുക. ബുൾനോസ് ബ്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബ്രിക്ക് മൗൾഡഡ് വിത്ത് എ റൗണ്ട് ആംഗിൾ. അല്ലെ, ബ്രിക്ക് മൗൾഡഡ് വിത്ത് എ റൗണ്ട് ആംഗിളിനാണ് നമ്മൾ ബുൾനോസ് ബ്രിക്ക് എന്ന് പറയുന്നത്. ബ്രിക്ക് മൗൾഡഡ് വിത്ത് എ റൗണ്ട് ആംഗിൾ. അല്ലെ, അപ്പൊ നമ്മളിവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നത് എന്തിനാണ് ഇത് യൂസ് ചെയ്യാത്തത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ എടുത്ത് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പം അതേതായിരുന്നു വരുന്നത്? റൗണ്ടിങ് ഓഫ് ഷാർപ്പ് കോർണേഴ്സിന് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട്, പില്ലേഴ്സിന് യൂസ് ചെയ്യുന്നുണ്ട്, ഡെക്കറേഷൻ പേർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ആർച്ചസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നില്ല അല്ലെ. നോട്ട് യൂസ്ഡ് ഫോർ ആർച്ചസ് എന്നുള്ളത് ബുൾനോസ് ബ്രിക്കിൽ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പൊ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രിക്ക്, അല്ലെ, ബ്രിക്കിന്റെ ഷേപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് പറയുന്നത്. ഇനി നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രിക്ക് ബേസ്ഡ് ഓൺ ഷേപ്പിൽ ഉള്ളൊരു ആൻസർ ആണ് നമുക്കിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതിൽ വരുന്നത് ഫസ്റ്റ് വൺ ബുൾനോസ് ബ്രിക്ക് നമ്മൾ പറഞ്ഞു. പിന്നെ കൗനോസ് ബ്രിക്ക് വരുന്നുണ്ട് അല്ലെ. കൗനോസ് ബ്രിക്ക് വരുന്നുണ്ട്. കൗനോസ് ബ്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ബ്രിക്ക് റൗണ്ടഡ് വിത്ത് ഡബിൾ ബുൾനോസ്. അല്ലെ, അപ്പം അങ്ങനെയാണെങ്കിൽ അതിനെയാണ് നമ്മൾ കൗനോസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതേ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ മനസ്സിലാവും. ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇതേ രീതിയിൽ രണ്ട് സൈഡും കേർവ്ഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്താണ്? കൗനോസ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതേ രീതിയിൽ പിക്ചർ. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഗൂഗിളിൽ ഒന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. കൗനോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബ്രിക്ക് റൗണ്ടഡ് വിത്ത് ഡബിൾ ബുൾനോസ്, രണ്ട് സൈഡിലും റൗണ്ടഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അതിനെയാണ് നമ്മൾ ബുൾനോസ് എന്ന് പറയുന്നത്, കൗനോസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ വേറെ നോക്കാനുള്ളത് ഏത് ബ്രിക്കാണ്? നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമേ എടുത്ത് പറയുന്നുള്ളൂ. ഇനി നമുക്ക് സെക്കൻഡ് നോക്കാനുള്ള ഒരു ബ്രിക്കാണ് ഹോളോ ബ്രിക്ക്. അല്ലെ, ഹോളോ ബ്രിക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഹോളോ ബ്രിക്കിനെ കുറിച്ച്. അപ്പം ഹോളോ ബ്രിക്ക് ഓർ കാവിറ്റി ബ്രിക്ക് എന്നൊക്കെ നമ്മൾ ഇതിനെ പറയും. തെർമൽ ഇൻസുലേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ലൈറ്റ് ഇൻ വെയിറ്റ് ആയിരിക്കും എന്നുള്ളത് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ഹീറ്റ് പ്രൂഫ് ആണ്, ഡാം പ്രൂഫ് ആണ്, സൗണ്ട് പ്രൂഫ് ആണ് എന്നുള്ളതൊക്കെ ഈ ഒരു ഹോളോ ബ്രിക്കിനെ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങളാണ്. ഹോളോ ബ്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിക്സ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഇതിപ്പോൾ നമ്മളൊരു നോർമൽ ബ്രിക്ക് ആണെങ്കിൽ ആ ബ്രിക്സിൽ ഇതുപോലെ ഹോൾസ് ഉണ്ടാവും അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ ഈ ഹോളോ ബ്രിക്ക് എന്ന് പറയുന്നത്. നിങ്ങൾ ഗൂഗിളിൽ പിക്ചർ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. അവിടെ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? തെർമൽ ഇൻസുലേഷൻ എന്നുള്ളത് ഓർത്ത് വെക്കുക. തെർമൽ ഇൻസുലേഷൻ, അതുപോലെ തന്നെ ഹീറ്റ് പ്രൂഫ് ആണ്, അതുപോലെ തന്നെ എന്താണ്? ഡാം പ്രൂഫ് ആണ് എന്നുള്ളതൊക്കെ ഓർത്ത് വെക്കാം. അപ്പം ഹോളോ ബ്രിക്ക് പറഞ്ഞു. പിന്നെ നമുക്ക് നോക്കാനുള്ള ഒരു ബ്രിക്കാണ് പേവിംഗ് ബ്രിക്ക്. പേവിംഗ് ബ്രിക്കും എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ള ബ്രിക്ക് തന്നെയാണ്. പേവിംഗ് ബ്രിക്ക് എന്ന് അധികം ചോദിച്ച് കണ്ടിട്ടുള്ളത് ക്ലേ കണ്ടന്റ് ഹയർ പെർസെൻറ്റേജ് ഓഫ് അയേൺ അല്ലെ. ക്ലേ കണ്ടെയ്നിങ് ഹയർ പെർസെൻറ്റേജ് ഓഫ് അയേൺ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ പേവിംഗ് ബ്രിക്ക് എന്ന് പറയുന്നത്. അപ്പം പേവിംഗ് ബ്രിക്കിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ടത് എന്താണ്? ക്ലേ കണ്ടെയ്നിങ് ഹയർ പെർസെൻറ്റേജ് ഓഫ് അയേൺ എന്നുള്ളത് അത് തന്നെയാണ് എക്സാമിന് എടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പം അത് ഓർത്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ബ്രിക്കാണ് പെരിഫറേറ്റഡ് ബ്രിക്ക്. പെരിഫറേറ്റ് ബ്രിക്ക് അല്ലെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഫോർത്ത് നമുക്ക് പറയാനുള്ളത് പെരിഫറേറ്റ് ബ്രിക്കാണ്. പെരിഫറേറ്റ്
ബ്രിക്ക് അല്ലെ. ഇതെങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഒരു സിലിണ്ട്രിക്കൽ ഹോൾസ് ആയിരിക്കും ഉണ്ടാവുക. ആ സിലിണ്ട്രിക്കൽ ഹോൾസ് ത്രൂ ഔട്ട് ദ തിക്നെസ് ആണെങ്കിൽ അപ്പം ആ ഒരു ടൈപ്പ് ഓഫ് ബ്രിക്കിനെയാണ് നമ്മൾ പെരിഫറേറ്റഡ് ബ്രിക്ക് എന്ന് പറയുന്നത്. ഇതേ ഒരു ഷേപ്പ് വരയ്ക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ നോർമൽ ഒരു ബ്രിക്ക് എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഷേപ്പിലായിരിക്കില്ലേ ഉണ്ടാവുക. നോർമലി നമ്മളൊരു ബ്രിക്ക് അതിൽ ഇങ്ങനെ സിലിണ്ട്രിക്കൽ ഹോൾസ് ഉണ്ടാവും ആ ഒരു ബ്രിക്കിനകത്ത്. ഈ ഒരു ടൈപ്പ് ഓഫ് ബ്രിക്കിനെയാണ് നമ്മൾ എന്താണ് പെരിഫറേറ്റഡ് ബ്രിക്ക് എന്ന് പറയുന്നത്. കംപ്രസീവ് സ്ട്രെങ്ത് 7 Newton/mm² ആണ് എന്നുള്ളതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. അല്ലെങ്കിൽ നോട്ട് ലെസ് ദാൻ 7 Newton/mm² എന്നുള്ളതൊക്കെ ഓർത്ത് വെക്കുക. വാട്ടർ അബ്സോർപ്ഷൻ നോട്ട് ഗ്രേറ്റർ ദാൻ 15% ആണ്. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ള ഒന്നാണ് ഫയർ ബ്രിക്ക് ഓർ റിഫ്രാക്ടറി ബ്രിക്ക്. ഫയർ ഓർ റിഫ്രാക്ടറി ബ്രിക്ക് അല്ലെ. ഇതിന്റെ ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഏരിയാസ് നമുക്കൊന്ന് പറയാം. ഫസ്റ്റ് എന്താണ്? റെസിസ്റ്റ് ഹൈ ടെമ്പറേച്ചർ ആണ് അല്ലേ. എന്താണ് കാരണം? ഈ ഒരു ബ്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാപ്പബിൾ ഫോർ റെസിസ്റ്റിംഗ് ഹൈ ടെമ്പറേച്ചർ വിത്തൗട്ട് മെൽറ്റിംഗ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ റെസിസ്റ്റ് ഹൈ ടെമ്പറേച്ചർ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഫയർ ഓർ റിഫ്രാക്ടറി ബ്രിക്ക് റെസിസ്റ്റ് ഹൈ ടെമ്പറേച്ചർ ആണ്. അതുപോലെ തന്നെ ഇത് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഈ ഒരു ഹൈ ടെമ്പറേച്ചർ ഒക്കെ റെസിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ യൂസ്ഡ് ഇൻ കമ്പഷൻ ചാമ്പേഴ്സ് അല്ലെ. കമ്പഷൻ ചാമ്പേഴ്സിൽ നമ്മളിത് യൂസ് ചെയ്യും. യൂസ്ഡ് ഇൻ കമ്പഷൻ ചാമ്പേഴ്സ്, അതും എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. അപ്പൊ അതുപോലെ തന്നെ ഇതിൽ തന്നെ ടൈപ്സ് ഓഫ് ഫയർ ബ്രിക്സ് വരുന്നുണ്ട്. ആസിഡിക് ബ്രിക്ക്, ബേസിക് ബ്രിക്ക്, ന്യൂട്രൽ ബ്രിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അസിഡിക് ബ്രിക്കിലാണെങ്കിൽ നമ്മൾ അതിന് സിലിക്ക ബ്രിക്ക് എന്ന് പറഞ്ഞിട്ട് പറയും. ഓർഡിനറി ഫയർ ബ്രിക്സ് ആണ്. പിന്നെ ബേസിക് ബ്രിക്ക് ആണെങ്കിൽ ഡോളമൈറ്റ്, മഗ്നീഷ്യം ഒക്കെ പറയുന്നുണ്ട്. ന്യൂട്രൽ ബ്രിക്ക് ആണെങ്കിൽ ഹൈ അലൂമിന ബ്രിക്ക് എന്നാണ് പറയുക. ബോക്സൈറ്റ്, ക്രോമൈറ്റ് ഒക്കെ വരുന്നത്. ക്രോമൈറ്റ് അത് അതുപോലെ ചോദിച്ചിട്ടുണ്ട്. മോസ്റ്റ് പവർഫുൾ ന്യൂട്രൽ റിഫ്രാക്ടറി മെറ്റീരിയൽ ആണ് ക്രോമൈറ്റ് എന്നുള്ളത്. അപ്പൊ അതും കൂടെ ഓർത്ത് വെക്കുക. ക്രോമൈറ്റ് എന്ന് പറയുന്നത് എന്താണ് ഓർത്ത് വെക്കേണ്ടത്? മോസ്റ്റ് പവർഫുൾ ന്യൂട്രൽ റിഫ്രാക്ടറി മെറ്റീരിയൽ ആണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? നമ്മൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്? ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ് അല്ലേ. ക്വസ്റ്റ്യനിൽ നമ്മൾ ഈ ഒരു ഫുൾ നോസ് ഈസ് എ ബ്രിക്ക് യൂസ്ഡ് ഫോർ എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ നോട്ട് യൂസ്ഡ് ഫോർ എന്നാണ്. അപ്പം ആർച്ചസ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് റിലേറ്റ് ചെയ്തിട്ട് ബ്രിക്കിന്റെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ അതിന്റെ ഷേപ്പിനെ ബേസ് ചെയ്തിട്ടുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ പിന്നെ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഫയർ ക്ലേ, റിഫ്രാക്ടറി ക്ലേയും കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതും കൂടെ നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ദ ഫ്രോഗ് ഓഫ് ബ്രിക്ക് ഈസ് നോർമലി മെയ്ഡ് ഓൺ ഇറ്റ്സ്. നമ്മൾ കുറച്ച് മുന്നേ ഫ്രോഗ് എന്നുള്ളൊരു ടേം പറഞ്ഞപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഫ്രോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫ്രോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വരുന്നത്? നമ്മൾ മൗൾഡിങ്ങിന്റെ സമയത്ത് ബ്രിക്കിന് കൊടുക്കുന്ന ഒരു മാർക്കാണ് അല്ലെ, അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ ആണ് അല്ലെ ഫ്രോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമ്മളടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഫ്രോഗ് ഓഫ് ബ്രിക്ക് ഈസ് നോർമലി മെയ്ഡ് ഓൺ ഇറ്റ്സ്. എവിടെയാണ് നോർമലി ഉണ്ടാവുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം 4 ഓപ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ എ ടോപ്പ് ഫേസ്, ഓപ്ഷൻ ബി ബോട്ടം ഫേസ്, ഓപ്ഷൻ സി ലോങ്ങർ ഫേസ്, ഓപ്ഷൻ ഡി ഷോർട്ടർ സൈഡ്. അപ്പം ഫ്രോഗ് എവിടെയാണ് ഉണ്ടാവുക? അപ്പം ഫ്രോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്കൊന്ന് ജസ്റ്റ് എഴുതാം അല്ലെ. ഫ്രോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫ്രോഗ് ഈസ് ദ ഡിപ്രഷൻ ഓർ പ്രൊജക്ഷൻ ഓൺ ടോപ്പ് ഫേസ് ഓഫ് ബ്രിക്ക് 10 mm to 20 mm ഡെപ്തിൽ കൊടുക്കുന്ന ആ ഒരു ഡിപ്രഷൻ അല്ലെ. അപ്പം അതിനെയാണ് നമ്മൾ ഈ ഒരു ഫ്രോഗ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. അവിടെ ഓർത്ത് വെക്കേണ്ട ടേം ആണ് സ്റ്റോക്ക് ബോർഡ് എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ
നമ്മളിവിടെ എന്തൊക്കെയാണ് 2 ബോർഡ്സ് യൂസ് ചെയ്യും അല്ലെ, സ്റ്റോക്ക് ബോർഡും യൂസ് ചെയ്യുന്നുണ്ട്, പാലറ്റ് ബോർഡും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളത് എങ്ങനെയാണ് ചെയ്യുന്നത് സിമ്പിൾ ആയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റോക്ക് ബോർഡ് ആണല്ലേ വെക്കുക. സ്റ്റോക്ക് ബോർഡ് വെച്ചതിന് ശേഷം പിന്നെ എന്താണ് ചെയ്യുന്നത്, അതിന്റെ മുകളിൽ മൗൾഡ് പ്ലേസ് ചെയ്തിട്ട് ക്ലേ ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിന് ശേഷം നമ്മൾ അതിന്റെ മുകളിൽ പാലറ്റ് ബോർഡ് വെക്കും അല്ലെ. പാലറ്റ് ബോർഡ് വെച്ചതിന് ശേഷം നേരെ നമ്മൾ ആ ഒരു പാലറ്റ് ബോർഡിനെ റിവേഴ്സ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം ആ ഒരു പാലറ്റ് ബോർഡിന്റെ താഴെ അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് പാലറ്റ് ബോർഡ് താഴെയും സ്റ്റോക്ക് ബോർഡ് മുകളിലായിട്ടായിരിക്കും വരിക. എന്നിട്ട് നമ്മൾ ആ ഒരു സ്റ്റോക്ക് ബോർഡ് മാറ്റുന്ന സമയത്ത് അവിടെ ആ ഒരു ഫ്രോഗ് ഇംപ്രഷൻ വരും അല്ലെ. അങ്ങനെയാണ് നമ്മൾ ബ്രിക്കിന് ഈ ഒരു ഫ്രോഗ് ഇംപ്രഷൻ കൊടുക്കുന്നത്. ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഫ്രോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡിപ്രഷൻ ഓർ പ്രൊജക്ഷൻ ഓൺ ടോപ്പ് ഫേസസ് ഓഫ് ദ ബ്രിക്ക് അല്ലെ. അപ്പൊ ആ ഒരു കാര്യമാണ് ഓർത്ത് വെക്കേണ്ടത്, ടോപ്പ് ഫേസസ് ഓഫ് ദ ബ്രിക്ക് ആണ്. അപ്പം ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളതും അവിടെ അത് തന്നെയാണ് അല്ലെ. ദ ഫ്രോഗ് ഓഫ് എ ബ്രിക്ക് ഈസ് നോർമലി മെയ്ഡ് ഓൺ ഇറ്റ്സ് ഓപ്ഷൻ എ ടോപ്പ് ഫേസ് തന്നെയാണ് ആൻസർ വരുന്നത് അല്ലെ. അപ്പം ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്, ടോപ്പ് ഫേസ് നോക്കി വെക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 11 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 11 എന്താണ്, ഫോർ ലൈനിങ് ഓഫ് ഫർണസ് ദ ബ്രിക്ക് യൂസ്ഡ് ആർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഓവർ ബേൺഡ് ബ്രിക്ക്, ഓപ്ഷൻ ബി അണ്ടർ ബേൺഡ് ബ്രിക്ക്, ഓപ്ഷൻ സി റിഫ്രാക്ടറി ബ്രിക്ക്, ഓപ്ഷൻ ഡി എനി വൺ ഓഫ് ദീസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഫോർ ലൈനിങ് ഓഫ് ഫർണസ് ദ ബ്രിക്ക് യൂസ്ഡ് ആർ ഏതാണ് വരുന്നത്. അപ്പൊ നമ്മള് ഇതുപോലെ തന്നെ ബ്രിക്കിന്റെ ക്ലാസിഫിക്കേഷനിൽ നെക്സ്റ്റ് ഒരു ഏരിയ ആണല്ലേ നമ്മൾ നോക്കുന്നത്. അപ്പൊ നമ്മള് ബ്രിക്കിന്റെ നമ്മൾ കുറച്ച് തന്നെ പറഞ്ഞു, ബ്രിക്കിന്റെ ഷേപ്പിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എന്നല്ലേ. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ബ്രിക്കിന്റെ ക്വാളിറ്റീനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ വരുന്നത് ഏതാണ്, അൺബേൺഡ് ബ്രിക്കും അതുപോലെ തന്നെ ബേൺഡ് ബ്രിക്കും വരുന്നുണ്ട് അല്ലെ. അപ്പൊ അതില് എപ്പോഴും ചോദിച്ചു കാണാറുള്ളത് ബേൺഡ് ബ്രിക്ക് എന്നുള്ളതിലാണ്. ബേൺഡ് ബ്രിക്ക് അല്ലെങ്കിൽ പുക്ക ബ്രിക്ക് എന്നൊക്കെ നമ്മൾ അതിനെ പറയും. അൺബേൺഡ് ബ്രിക്കും അല്ലെങ്കിൽ കുച്ച ബ്രിക്ക് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിന്റെ ആ ഒരു അൾട്ടർനേറ്റീവ് നെയിം വെച്ചിട്ടാണ് എടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ഒരു ബേൺഡ് ബ്രിക്ക് തന്നെ പറയാം. ബേൺഡ് ബ്രിക്കിൽ വരുന്നതാണ്. അപ്പൊ ഞാൻ ക്ലാസിഫിക്കേഷൻ ആയിട്ട് തന്നെ എഴുതാം. ബേൺഡ് ബ്രിക്കില് വരുന്നതാണ്. ഇപ്പം ക്ലാസിഫിക്കേഷൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് ബേൺഡ് ബ്രിക്കിൽ വരുന്നത്. നിങ്ങൾ ആ ക്ലാസിഫിക്കേഷൻ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുണ്ടാവും. ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, അതുപോലെ തന്നെ തേർഡ് ക്ലാസ്, ഫോർത്ത് ക്ലാസ് അല്ലെ. അങ്ങനെയാണ് നമ്മൾ ബ്രിക്കിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് എങ്ങനെയാണ് വരുന്നത്, ടേബിൾ മൗൾഡ് ആണ്, കിലൺ ബേണിംഗ് ആണ് വരുന്നത്. അത് യൂസ് ചെയ്യുന്ന വർക്ക് അല്ലെ, സുപ്പീരിയർ വർക്ക്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് യൂസ് ചെയ്യുന്നത്. സുപ്പീരിയർ വർക്ക്. അതുപോലെ തന്നെ ഇതിന്റെ വാട്ടർ അബ്സോർപ്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. വാട്ടർ അബ്സോർപ്ഷൻ വരുന്നത് നോട്ട് ഗ്രേറ്റർ ദാൻ 20% ആണ്. അതുപോലെ അതിന്റെ എന്താണ് വരുന്നത്, മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് വരുന്നത് എത്രയാണ്, മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് ആണ് കേട്ടോ. മിനിമം കംപ്രസീവ് സ്ട്രെങ്ത് 10.2 ന്യൂട്ടൺ പെർ mm² ആണ് നോക്കുക. അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിന്റെ കംപ്രസീവ് സ്ട്രെങ്ത് ഓക്കെ ഞാനൊരു സിംഗിൾ വാല്യൂ തന്നെ പറയാം. ഇനി നമുക്ക് സെക്കൻഡ് ക്ലാസ്സിൻ്റെ നോക്കാം. സെക്കൻഡ് ക്ലാസ്സിൻ്റെതും ഞാൻ അതിന്റെ വാട്ടർ അബ്സോർപ്ഷനും അതുപോലെ തന്നെ കംപ്രസീവ് സ്ട്രെങ്ത്തും പറഞ്ഞു പോവാം. വാട്ടർ അബ്സോർപ്ഷൻ വരുന്നത് നോട്ട് ഗ്രേറ്റർ ദാൻ 22% ആണ്. അതുപോലെ തന്നെ അതിന്റെ കംപ്രസീവ് സ്ട്രെങ്ത് വരുന്നത് എത്രയാണ്, 7 to 14 ന്യൂട്ടൺ പെർ mm² ആണ്. അപ്പം ഈ ഒരു റേഞ്ച് വെച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സിൽ ഗ്രേറ്റർ ദാൻ 14 ന്യൂട്ടൺ പെർ mm² ആണ് കംപ്രസീവ് സ്ട്രെങ്ത് വരുന്നത്. മിനിമം വാല്യൂ ചോദിക്കുകയാണെങ്കിൽ 10.2 ന്യൂട്ടൺ പെർ mm² അല്ലെങ്കിൽ 10.5 ന്യൂട്ടൺ പെർ mm² എന്നൊക്കെ ഒരു ക്വസ്റ്റ്യനിൽ കാണാറുണ്ട്. അത് ക്വസ്റ്റ്യനിൽ ആൻസർ ഓപ്ഷൻസും വരുന്ന പോലെ നിങ്ങൾ ചൂസ് ചെയ്യാം. പിന്നെ തേർഡ് ക്ലാസ് ബ്രിക്ക് ആണെങ്കിൽ വരുന്നത് അതിന്റെ വാട്ടർ അബ്സോർപ്ഷൻ വരുന്നത് നോട്ട് ഗ്രേറ്റർ ദാൻ 25% ആണ്. അതുപോലെ തന്നെ കംപ്രസീവ് സ്ട്രെങ്ത് വരുന്നത് 3.5 to 7 ന്യൂട്ടൺ പെർ mm² ആണ് തേർഡ് ക്ലാസ് ബ്രിക്കിന് വരുന്നത് കംപ്രസീവ് സ്ട്രെങ്ത്. ഇനി ഫോർത്ത് ക്ലാസ് ബ്രിക്ക് നോക്കുകയാണെങ്കിലോ, ഫോർത്ത് ക്ലാസ് ബ്രിക്കിനെയാണ് നമ്മൾ ഓവർ ബേൺഡ് ബ്രിക്ക് എന്ന് പറയുന്നത്. ഓവർ ബേൺഡ് ബ്രിക്ക് അതുപോലെ തന്നെ ജാമ ബ്രിക്ക് എന്നൊക്കെ പറയും. അപ്പൊ അത്
നോക്കി വെക്കുക. അൾട്ടർനേറ്റീവ് നെയിംസ് വരുമ്പം അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കണം. അപ്പം ഈ ഒരു ഓവർ ബേൺഡ് ബ്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് ഒരു റെഗുലർ ഷേപ്പും അതുപോലെ തന്നെ ഡാർക്ക് കളറിലുമുള്ള ടൈപ്പ് ബ്രിക്സിനെയാണ് നമ്മൾ ഓവർ ബേൺഡ് ബ്രിക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിത് എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കോൺക്രീറ്റ് വർക്കിന് അതുപോലെ തന്നെ ഫൗണ്ടേഷൻ, ഫ്ലോറിങ്ങിന്, റോഡ്സിലൊക്കെ നമ്മൾ അഗ്രഗേറ്റ്സ് ആയിട്ടൊക്കെ ഈ ഒരു ഓവർ ബേൺഡ് ബ്രിക്സിനെ യൂസ് ചെയ്യാം. ജസ്റ്റ് അപ്പം ഇത്രയാണ് നമുക്ക് അറിയാനുള്ളത്. ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ ഫോർ ലൈനിങ് ഓഫ് ഫർണസ് ദ ബ്രിക്സ് യൂസ്ഡ് ആർ ഓപ്ഷൻ എ ഓവർ ബേൺഡ് ബ്രിക്ക്, ഓപ്ഷൻ ബി ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ എ ഓവർ ബേൺഡ് ബ്രിക്ക് ആണ്, ഓവർ ബേൺഡ് ബ്രിക്ക് അല്ല. ഓപ്ഷൻ ബി അണ്ടർ ബേൺഡ് ബ്രിക്ക് ആണ്, അതും അല്ല. ഓപ്ഷൻ സി റിഫ്രാക്ടറി ബ്രിക്ക്, റിഫ്രാക്ടറി ബ്രിക്ക് ആണ് അവിടെ ആൻസർ വരുന്നത്. ഞാനിപ്പം ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് ആ ഒരു ഏരിയ എക്സ്പ്ലെയിൻ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഓവർ ബേൺഡ് എന്താണ് അണ്ടർ ബേൺഡ് എന്ന് മനസ്സിലായല്ലോ. റിഫ്രാക്ടറി ബ്രിക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് യൂസ്ഡ് ചെയ്യുന്നത് കമ്പഷൻ ചാമ്പേഴ്സിൽ, അതുപോലെ തന്നെ അതിന്റെ കൂടെ അത് ലൈനിങ് ഫേർണസിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതും കൂടെ ഓർത്ത് വെക്കുക. ലൈനിങ് ഫേർണസ്, റിഫ്രാക്ടറി ബ്രിക്ക് എന്നുള്ളത് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 12 നോക്കാം. ദ എഫക്ട്സ് ഓഫ് ദ എക്സസീവ് പ്രസൻസ് ഓഫ് ദ വേരിയസ് ഇൻഗ്രീഡിയൻസ് ഇൻ ബ്രിക്സ് ആർ ഗിവൺ. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 ആൻഡ് സെലക്ട് ദ കറക്റ്റ് ആൻസേഴ്സ് ആണ് യൂസിങ് ദ കോഡ്സ് ഗിവൺ ബിലോ ദ ലിസ്റ്റ്. അല്ലെ, 2 ലിസ്റ്റ് തന്നിട്ടുണ്ട്. അപ്പൊ അത് മാച്ച് ചെയ്തിട്ട് താഴെ തന്നിട്ടുള്ള ഓപ്ഷനിൽ ഏതാണെന്നാണ് കറക്റ്റ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ലിസ്റ്റ് 1 PQRS എന്ന് പറഞ്ഞിട്ട് അലൂമിന, സിലിക്ക, ലൈം, അയൺ ഓക്സൈഡ്, മഗ്നീഷ്യം എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ഓപ്ഷൻ 2 മെൽറ്റ് ഓപ്ഷൻ 2 യു വരുന്നത് മെൽറ്റ് ആൻഡ് ലോസ് ഇറ്റ്സ് ഷേപ്പ് ആണ്. വി വരുന്നത് ഷ്രിങ്ക് ആൻഡ് റാപ്പ്. ഓപ്ഷൻ W വരുന്നത് ഡീകേ ഓഫ് ബ്രിക്സ്. പിന്നെ എക്സ് വരുന്നത് ഡിസ്ട്രോയ് കൊഹഷൻ ആൻഡ് മേക്സ് ബ്രിക്ക് ബ്രിട്ടിൽ. പിന്നെ അതുപോലെ തന്നെ വൈ വരുന്നത് മേക്സ് ദ ബ്രിക്ക് ഡാർക്ക് ബ്ലൂ ആണ്. അപ്പൊ നമുക്ക് ഓരോന്ന് നോക്കിയിട്ട് മാച്ച് ചെയ്യാം. എന്നിട്ട് ഇങ്ങനത്തെ ഓപ്ഷൻസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്നെങ്കിലും ഓർമ്മയുണ്ടോ നോക്കുക. എന്നിട്ട് ആ ഒരു ഒന്ന് അപ്പൊ ഇവിടെ ഇങ്ങനെ ഏതാണ് ഇങ്ങനെ ഓരോന്ന് മാച്ച് ആയിട്ട് നമുക്ക് ഇപ്പം ഈ ഒരു ഫസ്റ്റത്തെ ഓപ്ഷൻ ആണ് അറിയെങ്കിൽ ആ ഒരു ഫസ്റ്റത്തെ ഓപ്ഷൻ വരുന്ന ഇതിൽ ഏതാണ് എന്നുള്ളത് നോക്കിയിട്ട് ചിലപ്പം അതിൽ മാത്രമേ ആ ഒരു ഫസ്റ്റ് ഓപ്ഷൻ വരുന്നത് ഉണ്ടാവുള്ളൂ അല്ലെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ആൻസർ എന്നുള്ള രീതിയിൽ ചൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പം ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതിൽ നോക്കാം. ഫസ്റ്റ് അലൂമിനിയം ആണല്ലേ പറഞ്ഞിട്ടുള്ളത്. അലൂമിനിയൻ്റെത് എന്താണ് വരിക? അലൂമിനിയം എന്താണ് ഇമ്പാക്ട് ചെയ്യുന്നത്? അലൂമിന ഇപ്പം മെൽറ്റ് ആൻഡ് ലോസ് ഇറ്റ് ഷേപ്പ് ആണോ? അല്ല അല്ലെ. പിന്നെ വി ഷ്രിങ്ക് ആൻഡ് റാപ്പ് ആണോ? അതും അല്ല. പിന്നെ ഡീകേ ഓഫ് ബ്രിക്സ് ആണോ വരുന്നത്? സോറി, അലൂമിന വരുന്നത് മെൽറ്റ് ആൻഡ് ലോസ് ഓഫ് ഇറ്റ്സ് ഷേപ്പ് അല്ല, ഷ്രിങ്ക് ആൻഡ് റാപ്പ് ആണല്ലേ വരുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, ഷ്രിങ്ക് ആൻഡ് റാപ്പ് ഡ്യൂറിങ് ഡ്രൈയിങ് ആൻഡ് ബേണിംഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പം അലൂമിനേൻ്റെത് വരുന്നത് വി ആണ്. അപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് PV എന്ന് പറഞ്ഞ് കിട്ടിയില്ലേ. അപ്പം PV എന്ന് പറയുന്നത് ആകെ ഈ 2 ഓപ്ഷനേ ഉള്ളൂ. അപ്പൊ നമുക്ക് അതിൽ നിന്ന് ഒന്ന് ചൂസ് ചെയ്യാനേ ഉള്ളൂ അല്ലെ. അപ്പം ഇത് രണ്ടും റോങ് ആണെന്ന് നമുക്ക് കിട്ടി. ഇനി സെക്കൻഡ് Q ആണ് നോക്കാനുള്ളത്. Q സിലിക്ക ആണ്. സിലിക്ക ഓപ്ഷൻ യു വരുന്നത് മെൽറ്റ് ആൻഡ് ലോസ് ഇറ്റ്സ് ഷേപ്പ് ആണ് പറയുന്നത്. അപ്പം അതല്ല അല്ലെ, അതല്ല സിലിക്കേണ്ടത്. പിന്നെ W ആണ് അല്ലെ. W ഡീകേ ഓഫ് ബ്രിക്ക് ആണ് വരുന്നത്. അപ്പം ഡീകേ ഓഫ് ബ്രിക്ക് ആണ് വരുന്നത്, അതും അല്ല. അപ്പം സിലിക്കേണ്ടത് അതും അല്ല. പിന്നെ എക്സ് വരുന്നത് ഡിസ്ട്രോയ് കൊഹഷൻ ആൻഡ് മേക്സ് ബ്രിക്ക് ബ്രിട്ടിൽ അല്ലെ. അപ്പം അതാണല്ലേ സിലിക്കേൻ്റെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എക്സസ് സിലിക്ക ഡിസ്ട്രോയ് കൊഹഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ആൻഡ് ബ്രിക്ക് ബിക്കം ബ്രിട്ടിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പം ഇവിടെ സിലിക്കേണ്ടത് വരുന്നത് എക്സ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ PV ഇത് കറക്റ്റ് ആണ്. QUയും QXുമാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഈ 2 ഓപ്ഷൻ നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ തന്നെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് നിങ്ങൾക്ക് പറയാൻ പറ്റും അല്ലെ. അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് എത്താം. അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഇത് നോക്കി നിങ്ങൾക്ക് എല്ലാം അറിയുകയാണെങ്കിൽ എല്ലാം മാർക്ക് ചെയ്തിട്ട് അങ്ങനെയും വരാം അല്ലെ. ഇപ്പൊ നമ്മൾ 6 ലൈമിനെ പറയുകയാണെങ്കിൽ ലൈമിന് ഇതിൽ ഏതാണ് വരുന്നത്? മെൽറ്റ് ആൻഡ് ലോസ് ഇറ്റ്സ് ഷേപ്പ് ആണല്ലേ വരുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സസ് ലൈം കോസസ് ബ്രിക്ക് മെൽറ്റ് ആൻഡ് ഷേപ്പ് ലോസസ് എന്ന്. അപ്പം
ഇതാണ് ഇവിടെ വരുന്നത്. പിന്നെ അയേൺ ഓക്സൈഡ് എന്താണ്? അയേൺ ഓക്സൈഡ് എക്സസ് ആയാലാണ് അല്ലെ, എക്സസ് ആയി കഴിഞ്ഞാൽ നമ്മൾ മേക്സ് ബ്രിക്ക് ഡാർക്ക് ബ്ലൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പം SY ആണ് വരിക. പിന്നെ മാഗ്നീസ് അല്ലെ, സോറി മഗ്നീഷ്യ എന്താണ് വരുന്നത്? ഡീകേ ഓഫ് ബ്രിക്കിനാണല്ലേ കാരണമാവുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മഗ്നീഷ്യ പ്രിവെന്റ് ചെയ്യുന്നത് ഷ്രിങ്കേജ് ആണ്. എക്സസ് കോസസ് ഡീകേ ഓഫ് ബ്രിക്ക് എന്നുള്ളത്. അപ്പം ഇവിടെ W ആണ് ആൻസർ വരുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ B ആണ് ആൻസർ വരുന്നത്. എങ്ങനെയാണ് വന്നതെന്നൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 13 ആണ്. ദ പെർസെൻറ്റേജ് ഓഫ് സിലിക്ക ഇൻ ഗ്രൂപ്പ് ഗുഡ് ബ്രിക്ക് ക്ലേ ഷുഡ് വാരി ഫ്രം. എത്ര പെർസെൻറ്റേജ് ആണ് സിലിക്കേണ്ടത് വരുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലെ. ഓപ്ഷൻ A 50 to 60%, ഓപ്ഷൻ B 40 to 50%, ഓപ്ഷൻ C 30 to 40%, ഓപ്ഷൻ D 20 to 30% അല്ലെ. സിലിക്ക വരുന്നത് എത്രയാണ്? 50 to 60% ആണ് അല്ലെ. അപ്പം ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 14 ആണ്. ഇവിടെ 13 തന്നെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പൊ ഞാൻ ക്വസ്റ്റ്യനിലുള്ള നമ്പർ, നമുക്ക് എത്ര ക്വസ്റ്റ്യൻ വർക്ക് ചെയ്യുന്നു എന്നുള്ളതല്ല അല്ലെ. നിങ്ങൾ വേണമെങ്കിൽ ഇൻ കേസ് നിങ്ങൾ കമന്റ് സെക്ഷനിൽ ആൻസർ ആയിട്ട് മാർക്ക് ആയിട്ട് ഇടുകയാണെങ്കിൽ അവിടെ നോട്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻ കിട്ടുന്നു എന്നുള്ളതാണല്ലേ കാര്യം. ക്വസ്റ്റ്യൻ നമ്പർ ഒന്നും കാര്യമാക്കണ്ട. മാറി ഇട്ട് പോയതാണ് 13 എന്നുള്ളത്, 14 ആണ് വേണ്ടത്. അപ്പൊ പക്ഷെ ഞാൻ ഈ ക്വസ്റ്റ്യനിലുള്ള നമ്പർ തന്നെ വായിക്കാം. നിങ്ങൾ ഒന്ന് അധികമാണ് എന്നുള്ളത് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പം ആൻസർ നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ കേട്ടോ, അതാണ് അങ്ങനെയുള്ള ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അല്ലാത്തവർ പഠിക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് ഇത് കേട്ട് നോക്കാം. അപ്പം ക്വസ്റ്റ്യൻ നമ്പർ 14 വരുന്നത് 14 തന്നെ ഞാൻ എഴുതാൻ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആക്കണ്ട. 14 വരുന്നത് വിച്ച് ഓഫ് ദ ഫോളോവിങ് ബ്രിക്ക് ഈസ് പ്രിപ്പയർഡ് ഫ്രം ക്ലേ കണ്ടെയ്നിങ് എ ഹയർ പെർസെൻറ്റേജ് ഓഫ് അയേൺ ആണ്? ഓപ്ഷൻ A ഫയർ ബ്രിക്ക്, ഓപ്ഷൻ B പേവിംഗ് ബ്രിക്ക്, ഓപ്ഷൻ C കർവ്ഡ് സെക്ടർ ബ്രിക്ക്, ഓപ്ഷൻ D ആസിഡിക് ബ്രിക്ക് അല്ലെ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണല്ലോ അല്ലെ. പേവിംഗ് ബ്രിക്ക് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ D ആണ്. പേവിംഗ് ബ്രിക്ക് ആണ്. നമ്മൾ ബ്രിക്കിന്റെ ഷേപ്പിന്റെ ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞപ്പം പേവിംഗ് ബ്രിക്ക് നമ്മൾ എടുത്തു പറഞ്ഞിട്ടുള്ളതാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് നമ്മൾ പറഞ്ഞ കാര്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ഒരുപാട് വൈഡ് ആയി പോകും. പിന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്താൽ പറഞ്ഞ കാര്യങ്ങൾ, അതുകൊണ്ടാണ് കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 15 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 15 വരുന്നത് എന്താണ്? ദ ലൈം സ്യൂട്ടബിൾ ഫോർ മേക്കിംഗ് മോട്ടാർ ഈസ്. ഏത് ലൈമാണ് നമ്മൾ മോട്ടാറിന്റെ മേക്കിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ നെക്സ്റ്റ് ലൈമിന്റെ സെക്ഷനിലേക്ക് എത്തിയില്ലേ. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഏരിയ, അത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞില്ല അല്ലെ. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നമ്മളെ സിലബസിലുള്ള ഫസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള സ്റ്റോണ്, ബ്രിക്ക്, ലൈം, അതുപോലെ തന്നെ സിമെന്റ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അത് ഞാൻ തുടക്കത്തിൽ പറയാൻ വിട്ടുപോയതാണ്. അപ്പൊ നമുക്കിന്ന് ലൈമിന്റെ ഇതിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മളടുത്ത് ഇവിടെ ചോദിച്ചിട്ടുള്ള എന്താണ് ക്വസ്റ്റ്യൻ വരുന്നത്? ലൈം സ്യൂട്ടബിൾ ഫോർ മേക്കിംഗ് മോട്ടാർ ആണ് അല്ലെ. അപ്പൊ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ലൈം നോക്കിയാലോ. ക്ലാസിഫിക്കേഷൻ ഓഫ് ലൈമിൽ ഏതൊക്കെ ടൈപ്പാണ് വരുന്നത്? ക്ലാസിഫിക്കേഷൻ ഓഫ് ലൈമില് ക്ലാസിഫിക്കേഷൻ ഓഫ് ലൈമില് വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഫാറ്റ് ലൈം വരുന്നുണ്ട്. സെക്കൻഡ് വരുന്നത് ഹൈഡ്രോളിക് ലൈമാണ്. പിന്നെ തേർഡ് വണ്ണ് വരുന്നത് ഇംപ്യൂർ ലൈമാണ്. അപ്പം നമുക്ക് ഒരുപാട് ടൈമായി. അപ്പം ഞാൻ കുറച്ചുകൂടെ സ്പീഡ് കൂട്ടിയിട്ട് ക്ലാസ് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു ഫാറ്റ് ലൈമിന്റെ ആൾട്ടർനേറ്റീവ് നെയിംസ് ഓർത്ത് വെക്കുക. പ്യുവർ ലൈം ഉണ്ട്, റിച്ച് ലൈം ഉണ്ട്, വൈറ്റ് ലൈം ഉണ്ട്, ഹൈ കാൽസ്യം ലൈം ഒക്കെ വരുന്നുണ്ട്. നമ്മളത് അധികം യൂസ് ചെയ്യുന്നത്, യൂസേഴ്സ് മാത്രം ജസ്റ്റ് ഇവിടെ എഴുതാൻ നമ്മൾ എന്തിനാണ് ഈ ഒരു ഫാറ്റ് ലൈം യൂസ് ചെയ്യുന്നത്? അധികവും വൈറ്റ് വാഷിങ്ങിനും പ്ലാസ്റ്ററിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഹൈഡ്രോളിക് ലൈം അല്ലെ. ഹൈഡ്രോളിക് ലൈമിനെ നമ്മൾ വാട്ടർ ലൈം എന്നും പറയും. അതിൽ 5 to 30% ഓഫ് ക്ലേ കണ്ടന്റ് വരുന്നുണ്ട്. ഹൈഡ്രോളിക് ലൈമിൽ തന്നെ ഫീബ്ലി ഹൈഡ്രോളിക്, എമിനന്റ്ലി ഹൈഡ്രോളിക്, മോഡറേറ്റ്ലി ഹൈഡ്രോളിക് എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഹൈഡ്രോളിക് ലൈമിൽ ക്ലേ കണ്ടന്റ് 5 to 30% ആണ്. അപ്പൊ നമ്മൾ ആ ഒരു ക്ലേ കണ്ടന്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫീബ്ലി, മോഡറേറ്റ്ലി, എമിനന്റ്ലി എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നത്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കിയാലോ. ഫീബ്ലി ഹൈഡ്രോളിക് എങ്ങനെയാണ്, എമിനന്റ്ലി അതുപോലെ തന്നെ മോഡറേറ്റ്ലി എന്ന് പറയുന്നത് നോക്കാം. ഫീബ്ലി ഹൈഡ്രോളിക്,
മോഡറേറ്റ്, ഇത് മാത്രമേ മോഡറേറ്റും ഫീബ്ലി മോഡറേറ്റ് എമിനൻ്റ്ലി എന്ന് മാത്രമേ ഞാൻ എഴുതുന്നുള്ളൂ. ഹൈഡ്രോളിക് ലൈം എന്നുള്ളതും കൂടെ നിങ്ങൾ നോക്കുക. എമിനൻ്റ്ലി ഹൈഡ്രോളിക് ലൈം ആണ്. ഇതിൽ ക്ലേ കണ്ടന്റ് വരുന്നത്, ഫീബ്ലി ഹൈഡ്രോളിക് ലൈമിൽ ക്ലേ കണ്ടന്റ് വരുന്നത് 5 to 10% ആണ് ക്ലേ കണ്ടന്റ് വരുന്നത്. മോഡറേറ്റിലാണെങ്കിൽ 11 to 20% ആണ്. എമിനൻ്റ്ലിയിലാണെങ്കിൽ 21 to 30% ആണ്. അതുപോലെ ഇവിടെ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എവിടെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. വേറെ കുറെ കാര്യങ്ങളുണ്ട്, ഞാൻ ഇമ്പോർട്ടൻ്റ് മാത്രം എടുത്ത് പറയാം. ഫീബ്ലി ഹൈഡ്രോളിക് ലൈംസ് യൂസ് ചെയ്യുന്നത് ഓർഡിനറി മേസൺറി വർക്ക്, മോട്ടാറിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ഫീബ്ലി ഹൈഡ്രോളിക് ലൈം. മോഡറേറ്റ്ലി ഹൈഡ്രോളിക് ലൈം ആണെങ്കിലും സുപ്പീരിയർ വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മോഡറേറ്റ്ലി ഹൈഡ്രോളിക് ലൈം. എമിനൻ്റ്ലി ഹൈഡ്രോളിക് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡാംപ് പ്ലേസസിലൊക്കെ കേട്ടോ. അപ്പം അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഡാംപ് പ്ലേസസിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എമിനൻ്റ്ലി ഹൈഡ്രോളിക് ലൈം. നമ്മൾ 2 ലൈം പറഞ്ഞു അല്ലേ. ഇനി നമുക്ക് ഇംപ്യൂർ ലൈം നോക്കാനുണ്ട്. ഇംപ്യൂർ ലൈമിനെ തന്നെ നമ്മൾ ലീൻ ലൈം എന്നൊക്കെ പറയും. ഇംപ്യൂർ ലൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30% ക്ലേ കണ്ടന്റ് ആണ് അതിൽ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അതിന്റെ കളർ മിഡി വൈറ്റ് കളറൊക്കെയാണ് വരിക. ഇൻഫീരിയർ ടൈപ്പ് ഓഫ് വർക്ക്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു പുവർ ലൈം അല്ലെങ്കിൽ ഇംപ്യൂർ ലൈം, ലീൻ ലൈം ഒക്കെ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പം നമ്മളെ ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ ദ ലൈം സ്യൂട്ടബിൾ ഫോർ മേക്കിംഗ് മോട്ടാർ ആണല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇവിടെ നമുക്ക് ലൈമിന്റെ മെയിൻ ക്ലാസിഫിക്കേഷനിലാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ക്യുക്ക് ലൈം, ക്ലാസിഫിക്കേഷൻ ഓഫ് ലൈമിൽ നമ്മൾ മെയിൻ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫാറ്റ് ലൈം, ഹൈഡ്രോളിക് ലൈം, ഇംപ്യൂർ ലൈം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പം ഫാറ്റ് ലൈം, ഹൈഡ്രോളിക് ലൈം, ഇംപ്യൂർ ലൈമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇംപ്യൂർ ലൈമും പ്യുവർ ലൈമും വേറെ തന്നെയാണ് കേട്ടോ. ഇംപ്യൂർ ലൈമിന്റെ വേറൊരു പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് പുവർ ലൈം ആണ് വരുന്നത്, PWR ആണ് വരുന്നത്. ഇവിടെയുള്ള പ്യുവർ ലൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫാറ്റ് ലൈമിന്റെ തന്നെ ആൾട്ടർനേറ്റീവ് നെയിം ആണ് കേട്ടോ. പിന്നെ നമ്മൾ ക്യുക്ക് ലൈം അല്ലെ, ക്യുക്ക് ലൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്താണ് വരുന്നത്? ക്യുക്ക് ലൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ലെഫ്റ്റ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ കാൽസിനേഷൻ ഓഫ് പ്യുവർ ലൈം സ്റ്റോൺ ആണ് അല്ലെ. അപ്പൊ അതിനെയാണ് നമ്മൾ ക്യുക്ക് ലൈം എന്ന് പറയുന്നത്. ഇവിടെ നമ്മളടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ദ ലൈം സ്യൂട്ടബിൾ ഫോർ മേക്കിംഗ് മോട്ടാർ ആണ് അല്ലെ. അപ്പൊ ഇവിടെ ഒന്നും നോക്കാനില്ല, ഒറ്റ ഓപ്ഷൻ തന്നെയുള്ളൂ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് അല്ലെ, ഹൈഡ്രോളിക് ലൈം ആണ്. ഹൈഡ്രോളിക് ലൈമിന്റെ സബ് ക്ലാസിഫിക്കേഷനിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതിൽ മോട്ടാറിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫീബ്ലി ഹൈഡ്രോളിക് ആണ്. പക്ഷെ നമ്മൾ അങ്ങനെ എടുത്ത് ചോദിച്ചിട്ടില്ല. ഒരൊറ്റ സിംഗിൾ ആയിട്ടുള്ള മെയിൻ ക്ലാസിഫിക്കേഷൻ എന്ന് വരുന്ന ഒരു ഓപ്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഹൈഡ്രോളിക് ലൈം ആൻസർ ചെയ്യാൻ പറ്റും. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 15 ആണ്. ഫാറ്റ് ലൈം ഈസ് ഓൾസോ കോൾഡ്. ഓപ്ഷൻ എ ക്യുക്ക് ലൈം, ഓപ്ഷൻ ബി ഹൈഡ്രോളിക് ലൈം, ഓപ്ഷൻ സി സ്ലേക്ഡ് ലൈം, ഓപ്ഷൻ ഡി വൈറ്റ് ലൈം അല്ലെ. ഫാറ്റ് ലൈമിന് നമ്മൾ എന്തൊക്കെയാണ് ആൾട്ടർനേറ്റീവ് നെയിം പറഞ്ഞിട്ടുണ്ടായിരുന്നത്? പ്യുവർ ലൈം ഉണ്ട്, റിച്ച് ലൈം ഉണ്ട്, ഹൈ കാൽസ്യം ലൈം ഉണ്ട്, വൈറ്റ് ലൈം ഉണ്ട് അല്ലെ. അപ്പം ഫാറ്റ് ലൈമിന്റെ ആൾട്ടർനേറ്റീവ് നെയിംസ് ഞാനിവിടെ എഴുതാം. പ്യുവർ ലൈം ഓർ റിച്ച് ലൈം ഓർ വൈറ്റ് ലൈം ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലെ, വൈറ്റ് ലൈം ആണ് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഫാറ്റ് ലൈമിന്റെ നെയിം വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 16 ആണ്. അക്കോർഡിംഗ് ടു IS 712/1973 ക്ലാസിഫിക്കേഷൻ ഓഫ് ഫാറ്റ് ലൈം ഈസ് ക്ലാസിഫൈഡ് ആസ്. അപ്പം ഏതാണ് ഇതിലെ ക്ലാസിഫിക്കേഷനിൽ വരുന്നത് എന്നാണ്. അപ്പൊ നമുക്ക് BIS ക്ലാസിഫിക്കേഷൻ ഓഫ് ലൈം ബേസ്ഡ് ഓൺ IS 712/1984 നോക്കാം. അപ്പം നമുക്ക് 1984 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 1973 അത് റിവൈസ്ഡ് ആയിട്ടുള്ള ഇയർ ആണ്. അപ്പം നിങ്ങൾ ISന്റെ ആ ഒരു കോഡ് നമ്മൾ നോക്കുക. അപ്പം IS 712 ഇപ്പോൾ നമ്മൾ ഈ ഒരു 1973 പ്രകാരം തന്നെ ഞാൻ പറയാം. അതല്ല നമ്മളെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് 1973 BIS ക്ലാസിഫിക്കേഷൻ അല്ലെ, BIS ക്ലാസിഫിക്കേഷൻ ഓഫ് ലൈം ആണ്. അപ്പം അതിൽ ഓരോന്നായിട്ട് നോക്കുക. നിങ്ങൾ അറിയുന്ന കാര്യങ്ങൾ എന്തായാലും പറയുക. ക്ലാസ് എ അല്ലെ, ക്ലാസ് ആയിട്ടാണ് അത് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ക്ലാസ് A, B, C, D എന്ന് പറഞ്ഞിട്ട് ക്ലാസ് A വരുന്നത് എമിനൻ്റ്ലി ഹൈഡ്രോളിക് ലൈം ആയിട്ടാണ്
ക്ലാസ് ബി വരുന്നത് സെമി ഹൈഡ്രോളിക് ലൈം. ക്ലാസ് സി വരുന്നത് എന്താണ്? ഫാറ്റ് ലൈം. ക്ലാസ് ഡി വരുന്നത് മാഗ്നീഷ്യം ഓർ ഡോളമൈറ്റ് ലൈം. ക്ലാസ് ഇ വരുന്നത് കങ്കർ ലൈം. ക്ലാസ് എഫ് വരുന്നത് സിലീഷ്യസ് ഡോളമൈറ്റ് ലൈം. അപ്പൊ ഇത് നോക്കി വെക്കുക. ക്ലാസ് എ ബി സി ഡി ഇ എഫ് എന്നുള്ളത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പിന്നെ വായിക്കുന്നില്ല. നിങ്ങൾ വേണമെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ടൊന്ന് വായിച്ച് നോക്കാം. അപ്പൊ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള എന്താണ്? അക്കോർഡിംഗ് ടു IS 712 1973 ക്ലാസിഫിക്കേഷൻ ഓഫ് ഫാറ്റ് ലൈം ഈസ് ക്ലാസിഫിക്കേഷൻ ആസ് ക്ലാസ് എ എന്ന് പറയുന്നത് എമിനന്റ്ലി ഹൈഡ്രോളിക് ലൈം ആണ്. അപ്പൊ ഇതല്ല. ക്ലാസ് ബി എന്ന് പറയുന്നത് ഇതാണ് സെമി ഹൈഡ്രോളിക് ലൈം ആണ്. അപ്പൊ അതല്ല. ക്ലാസ് ഡി എന്ന് പറയുന്നത് എന്താണ്? മഗ്നീഷ്യം ഓർ ഡോളമൈറ്റ് ലൈം ആണ്. അപ്പൊ അതും അല്ല. ക്ലാസ് സി എന്ന് പറയുന്നത് ഫാറ്റ് ലൈം ആണ് അല്ലെ. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് എന്നുള്ളത് ഓർത്ത് വെക്കാം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 17 നോക്കാം. ദ കോമൺലി യൂസ്ഡ് ലൈം ഫോർ വർക്ക് അണ്ടർ വാട്ടർ ഇൻ ഡാംപ് സിറ്റുവേഷൻ ഈസ്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഡാംപ് സിറ്റുവേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലൈം ഏതാണ്? ഫാറ്റ് ലൈം ആണോ? അല്ല. ഫീബ്ലി ലൈം ആണോ? അല്ല. ലീൻ ലൈം ആണോ? അല്ല. എമിനന്റ്ലി ഹൈഡ്രോളിക് ലൈം ആണ് അല്ലെ. എമിനന്റ്ലി ഹൈഡ്രോളിക് ലൈമിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫീബ്ലി ഹൈഡ്രോളിക് നമ്മൾ മോട്ടാറിന് വേണ്ടിയിട്ട്, മോഡറേറ്റ്ലി ഹൈഡ്രോളിക് സുപ്പീരിയർ വർക്കിന് വേണ്ടിയിട്ട്, എമിനന്റ്ലി ഹൈഡ്രോളിക് ഡാം പ്ലേസസിൽ. അപ്പം എമിനന്റ്ലി ഹൈഡ്രോളിക് ലൈം ആണ് നമ്മൾ ഡാം സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്ന ലൈം. അപ്പം ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. Question number 18. Fat lime is used for option A preparation of cement mortar, option B manufacturing distemper, option C whitewashing and plastering, ഓപ്ഷൻ ഡി മാനുഫാക്ചറിങ് സിമെന്റിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഫാറ്റ് ലൈം നമ്മൾ യൂസ് ചെയ്യുന്നത് വൈറ്റ് വാഷിങ്ങിനും പ്ലാസ്റ്ററിങ്ങിനും ഒക്കെ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. എൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ 19 നോക്കാം. ഇൻ ദ മാനുഫാക്ചറിങ് ഓഫ് സിമെന്റ് ബേണിംഗ് പ്രോസസ് ഈസ് കാരീഡ് ഔട്ട് ഇൻ ഏത് കിലണിലാണ്? നമ്മളിപ്പോൾ നെക്സ്റ്റ് സിമെന്റിന്റെ പോർഷനിലേക്ക് വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഏരിയ തന്നെയായിരിക്കും അല്ലേ. നമ്മൾ സിമെന്റിന്റെ ബേണിംഗ് പ്രോസസ്സ് ചെയ്യുന്നത് എവിടെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ റോട്ടറി കിലൺ, ഓപ്ഷൻ ബി വരുന്നത് ഹോഫ്മാൻസ് കിലൺ, ഓപ്ഷൻ ബി വരുന്നത് ബുൾസ് കിലൺ, ഓപ്ഷൻ സി വരുന്നത് ഹോഫ്മാൻസ് കിലൺ, ഓപ്ഷൻ ഡി വരുന്നത് ടണൽ കിലൺ അല്ലേ. അപ്പൊ നമ്മൾ സിമെന്റ് എവിടെയാണ് ബേൺ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എവിടെയാണ് സിമെന്റിന്റെ ബേണിങ് നടക്കുന്നത്? അപ്പൊ നമുക്ക് സിമെന്റ് മാനുഫാക്ചറിങ്ങിന്റെ സ്റ്റെപ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. നമ്മൾ മിക്സിംഗ് ഓഫ് റോ മെറ്റീരിയൽസ് ഉണ്ട്. പിന്നെ അത് മിക്സിങ് ചെയ്യുന്നത് ഡ്രൈ പ്രോസസ്സിലും വരുന്നുണ്ട്, വെറ്റ് പ്രോസസ്സിലും വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഡ്രൈ പ്രോസസ്സിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, വെറ്റ് പ്രോസസ്സിലും റിലേറ്റ് ചെയ്ത് പഠിക്കാനുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. മിക്സിംഗ് ഓഫ് റോ മെറ്റീരിയൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബേണിംഗ് ആണ് അല്ലേ ചെയ്യുന്നത്. ബേണിംഗ് ചെയ്യുന്നത് എവിടെയാണ്? റോട്ടറി കിലണിലാണ്. അപ്പം അത് ഓർത്ത് വെക്കുക. അപ്പം അതിൽ ഒരുപാട് സോൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ പറ്റുകയാണെങ്കിൽ നോക്കി വെക്കുക. പിന്നെ ബേണിങ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഗ്രൈൻഡിങ് ആണല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഗ്രൈൻഡിങ്ങിൽ നമ്മൾ ഈ ഒരു ക്ലിങ്കറിൽ വെച്ചിട്ട് ജിപ്സം ആഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ ഓർത്ത് വെക്കുക. പിന്നെ നമ്മൾ ഗ്രൈൻഡിങ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ചെയ്യുന്നത് എന്താണ്? പാക്കിംഗ് ആണ്. പാക്കിങ്ങിൽ 1 ബാഗ് ഓഫ് സിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 1 ബാഗ് സിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 kg ആണ്. അതുപോലെ തന്നെ വോളിയം ഓഫ് ബാഗ് നോക്കുകയാണെങ്കിൽ വോളിയം ഓഫ് ബാഗ് അല്ലെങ്കിൽ വോളിയം ഓഫ് 1 ബാഗ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ 0.035 മീറ്റർ ക്യൂബ് എന്നാണ്. പിന്നെ ഡെൻസിറ്റി അല്ലേ, സിമെന്റിന്റെ ആ ഒരു ഡെൻസിറ്റി പറയുകയാണെങ്കിൽ എത്രയാണ് വരുന്നത്? 1440 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് വരുന്നത്. ഇനി നമുക്ക് നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇൻ ദ മാനുഫാക്ചറിങ് ഓഫ് സിമെന്റ് അല്ലെ, മാനുഫാക്ചറിങ് ഓഫ് സിമെന്റിൽ എന്താണ് ബേണിംഗ് പ്രോസസ് ഈസ് കാരിയഡ് ഔട്ട് ഇൻ ഓപ്ഷൻ എ റോട്ടറി കിലൺ ആണ് വരുന്നത് അല്ലെ. ഓപ്ഷൻ എ ആണ്, റോട്ടറി കിലൺ ആണ് ആൻസർ വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 20 ആണ്. ദ കളർ ഓഫ് നാച്ചുറൽ സിമെന്റ് ഈസ്, നാച്ചുറൽ സിമെന്റിന്റെ കളർ ഏതാണ് വരുന്നത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. നാച്ചുറൽ സിമെന്റിന്റെ കളർ ഏതാണ് വരുന്നത്? ഓപ്ഷൻസ് ഞാൻ വായിക്കാം. ഓപ്ഷൻ എ ഗ്രീൻ, ഓപ്ഷൻ ബി വൈറ്റ്, ഓപ്ഷൻ സി ബ്രൗൺ, ഓപ്ഷൻ ഡി ഗ്രേ. ഏതാണ് നാച്ചുറൽ സിമെന്റിന്റെ കളർ ഉണ്ടാവുക? നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നവരൊക്കെ ഇല്ലേ, അപ്പൊ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക. മിക്സ് ആയി അല്ല, അതായത് കൺഫ്യൂഷൻ ആയി പോകരുത്. പഠിക്കുമ്പോൾ കറക്റ്റ് തന്നെ ഓരോന്നും മനസ്സിലാക്കി പഠിക്കുക. ഏത് കളറാണ്
ബീജ് ഓഫ് ബ്രൗൺ കളർ ആണല്ലേ വരിക. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ഗ്രീൻ, ഓപ്ഷൻ ബി വൈറ്റ്, ഓപ്ഷൻ സി ബ്രൗൺ, ഓപ്ഷൻ ഡി ഗ്രേ ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ഇവിടെ തന്നിട്ടുള്ളതിൽ ഓപ്ഷൻ സി ബ്രൗൺ ആണ് ആൻസർ വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 21 ആണ്. ദിസ് ഇൻഗ്രീഡിയൻസ് ഇമ്പാക്ട്സ് കളർ, ഹാർഡ്നെസ് ആൻഡ് കൺസിസ്റ്റൻസി ഓഫ് സിമെന്റ് ഈസ് സ്ട്രെങ്തൻ ടു ദ സിമെന്റ് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു സിമെന്റിൽ നമ്മൾ ബ്രിക്കിൽ പഠിച്ച പോലെ തന്നെ സിമെന്റിൽ നമുക്ക് കോൺസ്റ്റിറ്റ്യൻസ് വരുന്നുണ്ട്, അതിന്റെ ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നാണ് നോക്കേണ്ടത്. ഓപ്ഷൻസ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ പറയുന്നത് അയൺ ഓക്സൈഡ് ആണ്, ഓപ്ഷൻ ബി അലൂമിന, ഓപ്ഷൻ സി കാൽസ്യം സൾഫേറ്റ്, ഓപ്ഷൻ ഡി സൾഫർ ആണ് അല്ലേ. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഈ ഒരു കോമ്പോസിഷൻ ഓഫ് സിമെന്റിൽ വരുന്നത്? നമ്മൾ ബ്രിക്ക് പറഞ്ഞ പോലെ തന്നെ നമുക്ക് സിമെന്റിലും ഒരുപാട് കോമ്പോസിഷൻസ് വരുന്നുണ്ട്, ഇൻഗ്രീഡിയൻസ് വരുന്നുണ്ട്. അപ്പം ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ലൈം. ലൈം എത്ര പെർസെൻറ്റേജ് ആണുള്ളത്? 62 to 67% ആണ്. സിലിക്ക ആണെങ്കിൽ എത്ര പെർസെൻറ്റേജ് ആണ് വരുന്നത്? 17 to 25% ആണ്. അലൂമിനിയം ആണെങ്കിൽ എത്ര പെർസെൻറ്റേജ് ആണ് വരുന്നത്? 3 to 8% ആണ്. പിന്നെ കാൽസ്യം സൾഫേറ്റ് ആണെങ്കിൽ 3 to 4% ആണ് വരുന്നത്. അയൺ ഓക്സൈഡ് ആണെങ്കിൽ വരുന്നത് 3 to 4% ആണ്. മഗ്നീഷ്യം ആണെങ്കിൽ വരുന്നത് 1 to 3% ആണ്. സൾഫർ ആണെങ്കിൽ വരുന്നത് 1 to 3% ആണ്. പിന്നെ ആൽക്കലി 0.2 to 1% ഒക്കെ ഉണ്ട്, ഞാൻ എഴുതുന്നില്ല. അപ്പൊ ലൈം എന്താണ് ഇമ്പാക്ട് ചെയ്യുന്നത്? ബൈൻഡിങ് സ്ട്രെങ്ത് ടു സിമെന്റ് ആണ്, അത് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ എക്സസ് ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും? ലൈം എക്സസ് ആയി കഴിഞ്ഞാൽ സിമെന്റ് അൺസൗണ്ട് ആവും എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പം ഓരോന്നിൻ്റെതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമേ ഞാൻ എഴുതുന്നുള്ളൂ. അപ്പം ലൈമിൻ്റെത് ജസ്റ്റ് ഒന്ന് എഴുതാം. പ്രൊവൈഡ് എന്താണ്? പ്രൊവൈഡ് സ്ട്രെങ്ത് ടു സിമെന്റ് ആണ്. എക്സസ് ആയി കഴിഞ്ഞാൽ എന്താണ്? എക്സസ് ആയി കഴിഞ്ഞാൽ അൺസൗണ്ട് ആവും എന്നുള്ളത് ഓർക്കുക. പിന്നെ സിലിക്ക ആണെങ്കിൽ എന്താണ് ഇമ്പാക്ട് ചെയ്യുന്നത്? ഇമ്പാക്ട് സ്ട്രെങ്ത് ടു സിമെന്റ് തന്നെയാണ്. എക്സസ് ആയി കഴിഞ്ഞാൽ എന്താണ്? പ്രൊലോങ് സെറ്റിംഗ് ടൈം അല്ലെ. സിലിക്ക എക്സസ് ആയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? പ്രൊലോങ് സെറ്റിംഗ് ടൈം ആണ്. പിന്നെ അലൂമിനിയം ആണെങ്കിൽ അലൂമിനിയം എന്താണ്? ക്വിക്ക് സെറ്റിങ്ങിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അല്ലേ, അത് ഓർത്ത് വെക്കുക. പിന്നെ നമുക്ക് കാൽസ്യം സൾഫേറ്റ് ഒക്കെ ഉണ്ട്. കാൽസ്യം സൾഫേറ്റ് എന്തിനാണ്? പ്രൊലോങ് ദ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ആണ്. പിന്നെ അയൺ ഓക്സൈഡ് ആണ് നോക്കാനുള്ളത്. അയൺ ഓക്സൈഡ് നമ്മൾ ബ്രിക്കിൽ പറഞ്ഞ പോലെ തന്നെ ഇമ്പാക്റ്റ് കളർ ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ഹാർഡ്നെസ് ആൻഡ് സ്ട്രെങ്ത് ടു ദ സിമെന്റ് എന്നുള്ളതും കൂടെ ഓർത്ത് വെക്കുക. അപ്പൊ അത്രയും കാര്യങ്ങളെ പറയുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ദ ഇൻഗ്രീഡിയൻസ് ഇമ്പാക്ട് കളർ, ഹാർഡ്നെസ് ആൻഡ് കൺസിസ്റ്റൻസി ഓഫ് സിമെന്റ്, സ്ട്രെങ്ത് ടു സിമെന്റ് അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞു ഹാർഡ്നെസ്സും കളറും സ്ട്രെങ്ത്തും ഒക്കെ കൊടുക്കുന്നത് ഏതാണ് തന്നിരിക്കുന്ന ഓപ്ഷനിൽ? ഓപ്ഷൻ എ അയൺ ഓക്സൈഡ് ആണല്ലേ വരുന്നത്. അപ്പം ഓപ്ഷൻ എ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 21 ആൻസർ വരുന്നത്. 22 നമുക്ക് നോക്കാം. ദ മെയിൻ കോൺസ്റ്റിറ്റ്യന്റ് ഓഫ് പോർട്ട്ലാൻഡ് സിമെന്റ് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻ എ അലൂമിന, ഓപ്ഷൻ ബി ആൽക്കലീസ്, ഓപ്ഷൻ സി സൾഫേറ്റ്, ഓപ്ഷൻ ഡി ലൈം അല്ലെ. മെയിൻ നമുക്ക് സിമെന്റിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഏതാണ്? ലൈം ആണ് അല്ലെ. അപ്പൊ നമുക്ക് മെയിൻ കോൺസ്റ്റിറ്റ്യന്റ് ഓഫ് പോർട്ട്ലാൻഡ് സിമെന്റ് ഏതാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ലൈം എത്ര പെർസെൻറ്റേജ് ആയിരുന്നു വരുന്നുണ്ടായിരുന്നത്? 62 to 67% ആണ് വരുന്നത് എന്നുള്ളത് ഓർത്ത് വെക്കാം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 23 ആണ്. ദ ഫൈനൽ സെറ്റിംഗ് ടൈം ഓഫ് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ് ഷുഡ് നോട്ട് ബി മോർ ദാൻ. അപ്പൊ നമുക്ക് സെറ്റിംഗ് ടൈം നോക്കുന്ന സമയത്ത് ഏതൊക്കെയാണ്? ഇനീഷ്യൽ സെറ്റിംഗ് അതുപോലെ തന്നെ ഫൈനൽ സെറ്റിംഗ് ഒക്കെ നോക്കാനുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് സെറ്റിംഗ് ടൈമിൽ കുറച്ച് സിമെന്റും അതുപോലെ തന്നെ അതിന്റെ സെറ്റിംഗ് ടൈം, ഇനീഷ്യൽ സെറ്റിംഗ് ടൈമും ഫൈനൽ സെറ്റിംഗ് ടൈമും നമുക്ക് നോക്കാം. സിമെന്റ് അതുപോലെ തന്നെ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം, ഫൈനൽ സെറ്റിംഗ് ടൈം എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്ന് നോക്കിയാലോ. സിമെന്റും അതിന്റെ ഇനീഷ്യൽ സെറ്റിംഗ് ടൈമും ഫൈനൽ സെറ്റിംഗ് ടൈമും.
അപ്പം ഫസ്റ്റ് നമുക്ക് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റിന് OPC എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. അതിന്റെ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം വരുന്നത് നോട്ട് ലെസ് ദാൻ 30 മിനിറ്റ്സ് ആണ്. ഫൈനൽ സെറ്റിംഗ് ടൈം വരുന്നത് 10 അവർ ആണ് എന്നുള്ളത് ഓർത്ത് വെക്കാം. പിന്നെ നമുക്ക് ഏതാണ് നോക്കാനുള്ളത്? ലോ ഹീറ്റ് സിമെന്റ് അല്ലെ. ലോ ഹീറ്റ് സിമെന്റിന്റെ സെറ്റിംഗ് ടൈം വരുന്നത്, ഇനീഷ്യൽ സെറ്റിംഗ് ടൈം വരുന്നത് 1 അവർ ആണ്. ഫൈനൽ സെറ്റിംഗ് ടൈം വരുന്നത് 10 അവർ ആണ്. പിന്നെ ക്യുക്ക് സെറ്റിംഗ് ആണ്, എല്ലാം പറയുന്നില്ല, ക്യുക്ക് സെറ്റിംഗ് ആണ്. അധികം നമുക്ക് ചോദിച്ചു കണ്ടിട്ടുള്ളത് മാത്രം എടുത്ത് പറയാം. ക്യുക്ക് സെറ്റിംഗിന്റെ ഇനീഷ്യൽ സെറ്റിംഗ് എന്ന് പറയുന്നത് 5 മിനിറ്റ്സ് ആണ്. ഫൈനൽ സെറ്റിംഗ് എന്ന് പറയുന്നത് 30 മിനിറ്റ്സ് ആണ്. നോക്കുക, ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റും അതുപോലെ തന്നെ റാപ്പിഡ് ഹാർഡനിങ് സിമെന്റിനും ഒക്കെ ഫൈനൽ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം വരുന്നത്, അതും ഞാൻ ഇവിടെ തന്നെ എഴുതുന്നുണ്ട്. റാപ്പിഡ് ഹാർഡനിങ് സിമെന്റിനും ഇനീഷ്യൽ സെറ്റിംഗ് ടൈം നോട്ട് ലെസ് ദാൻ 30 മിനിറ്റ്സ് ആണ്. ഫൈനൽ സെറ്റിംഗ് ടൈം 10 അവർ ആണ്. ക്യുക്ക് സെറ്റിംഗ് ടൈമിൻ്റെ നോക്കുക, ഇനീഷ്യൽ സെറ്റിംഗ് ടൈം 5 മിനിറ്റ്സ് ആണ്. ഫൈനൽ സെറ്റിംഗ് ടൈം 30 മിനിറ്റ്സ് ആണ് വരുന്നത്. ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ ദ ഫൈനൽ സെറ്റിംഗ് ടൈം ഓഫ് സിമെന്റ് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ് ആണ് അല്ലെ. ഫൈനൽ സെറ്റിംഗ് ടൈം ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 4 അവേഴ്സ് അല്ല, ഓപ്ഷൻ ബി 6 അവേഴ്സ് അല്ല, ഓപ്ഷൻ ഡി 12 അവേഴ്സ് അല്ല, ഓപ്ഷൻ സി 10 അവേഴ്സ് ആണ് അല്ലെ. ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റിന്റെ ഫൈനൽ സെറ്റിംഗ് ടൈം 10 അവേഴ്സ് ആണ്. ഇനീഷ്യൽ സെറ്റിംഗ് ടൈം നോട്ട് ലെസ് ദാൻ 30 മിനിറ്റ്സ് ആണല്ലേ വരുന്നത്. അപ്പം ക്വസ്റ്റ്യൻ നമ്പർ 23 ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 24 നോക്കാം. ദ ടെസ്റ്റ് ആണ് കേട്ടോ. ദ ടെസ്റ്റ് യൂസ്ഡ് ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് അൺകമ്പൈൻഡ് ലൈം ഇൻ സിമെന്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ സെറ്റിംഗ് ടൈം, ഓപ്ഷൻ ബി സൗണ്ട്നെസ്, ഓപ്ഷൻ സി കൺസിസ്റ്റൻസി, ഓപ്ഷൻ ഡി ഫൈനസ്. ഏത് ടെസ്റ്റ് ആണ് നമ്മൾ അൺകമ്പൈൻഡ് ലൈമിനെ കണ്ടുപിടിക്കേണ്ടിയിട്ട് ചെയ്യുന്ന ടെസ്റ്റ്? അപ്പൊ നമുക്ക് ഈ ഓരോ ടെസ്റ്റും എന്താണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് നമുക്ക് സെറ്റിംഗ് ടൈം അല്ലെ, ഇനീഷ്യൽ സെറ്റിംഗ് ടൈമും ഉണ്ട്, അതുപോലെ തന്നെ ഫൈനൽ സെറ്റിംഗ് ടൈമും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. സെറ്റിംഗ് ടൈം കണ്ടിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്? വിക്കറ്റ് അപ്പാരറ്റേഴ്സ് ആണ് അല്ലെ. വിക്കറ്റ് അപ്പാരറ്റേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കൺസിസ്റ്റൻസി അല്ലെ, കൺസിസ്റ്റൻസി ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ വിക്കറ്റ് അപ്പാരറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഫൈനസ് ടെസ്റ്റ് അല്ലെ, ഫൈനസ് ടെസ്റ്റ് കണ്ടുപിടിക്കേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? സീവ് ടെസ്റ്റ് വരുന്നുണ്ട് അല്ലെ, സീവ് ടെസ്റ്റ് വരുന്നുണ്ട്. അപ്പം കൺസിസ്റ്റൻസി വിക്കറ്റ് അപ്പാരറ്റേഴ്സിന്റെ തന്നെ നോക്കി വെക്കുക. പിന്നെ നമുക്ക് സൗണ്ട്നെസ് അല്ലെ, സൗണ്ട്നെസ് നമ്മൾ എന്താണ് കണ്ടുപിടിക്കുന്നത്? സൗണ്ട്നെസ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ലേ ചാറ്റ്ലിയർ അപ്പാരറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. ലേ ചാറ്റ്ലിയർ അപ്പാരറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുന്നത്. എന്താണ് കണ്ടുപിടിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് അൺകമ്പൈൻഡ് ലൈം ഇൻ സിമെന്റ് ആണ് അല്ലെ. അപ്പം അതാണ് ഇവിടെ ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി സൗണ്ട്നെസ് ആണ് ആൻസർ വരുന്നത്. ബാക്കിയുള്ളതും കൂടെ ഓർത്ത് വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 25 ആണ്. ദ എക്യുപ്മെന്റ് യൂസ്ഡ് ഫോർ ഡിറ്റർമിനിങ് ദ സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി ഓഫ് സിമെന്റ്. സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി കണ്ടുപിടിക്കേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ് എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓപ്ഷൻ എ വിക്കറ്റ് അപ്പാരറ്റേഴ്സ്, ഓപ്ഷൻ ബി സ്ലം ടെസ്റ്റ്, ഓപ്ഷൻ സി ലേ ചാറ്റ്. Question number 24, the test used to detect the presence of uncombined lime എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട്നെസ് ടെസ്റ്റ് ആണ്. അതിൽ നമ്മൾ ബാക്കിയുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സെറ്റിംഗ് ടൈം, വിക്കറ്റ് അപ്പാരറ്റേഴ്സ്, കൺസിസ്റ്റൻസി വിക്കറ്റ് അപ്പാരറ്റേഴ്സ്, സൗണ്ട്നെസ് ലേ ചാറ്റ്ലിയർ അപ്പാരറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് ഡിറ്റർമിൻ ദ പ്രസൻസ് ഓഫ് അൺകമ്പൈൻഡ് ലൈം ആണ്. ഫൈനസ് ടെസ്റ്റ്, സീവ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നെക്സ്റ്റ് 25ാമത്തെ ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. 25ാമത്തെ ക്വസ്റ്റ്യൻ ദ എക്യുപ്മെന്റ് യൂസ്ഡ് ഫോർ ഡിറ്റർമിനിങ് ദ സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി ഓഫ് സിമെന്റ് എന്നാണ്. ഓപ്ഷൻ എ വിക്കറ്റ് അപ്പാരറ്റേഴ്സ്, ഓപ്ഷൻ ബി സ്ലംബ് ടെസ്റ്റ്, ഓപ്ഷൻ സി ലേ ചാറ്റ്ലിയർ അപ്പാരറ്റേഴ്സ്, ഓപ്ഷൻ ഡി പ്രോക്ടേഴ്സ് നീഡിൽ. അപ്പം ഏതാണ് നമ്മൾ യൂസ്ഡ് ഫോർ ഡിറ്റർമിൻ ദ സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി ഓഫ് സിമെന്റ്? നമ്മൾ കുറച്ചു മുന്നേ പറഞ്ഞു അല്ലെ, കൺസിസ്റ്റൻസി കണ്ടിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് വിക്കറ്റ് അപ്പാരറ്റേഴ്സ് ആണ് അല്ലെ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, നോക്കി വെക്കാം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 26 ആണ്. ദ ടൈം ടേക്കൺ ബൈ ദ ഡൈ കാൽസ്യം സിലിക്കേറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിമെന്റ് ടു ആഡ് ദ സ്ട്രെങ്ത് ഈസ്. എത്ര ടൈമാണ് നമുക്ക് ഈ ഒരു ഡൈ കാൽസ്യം സിലിക്കേറ്റ് ഫോം ആവാൻ എടുക്കുന്നത് എന്നുള്ളതാണ്. ഇത് നമുക്ക് നമ്മളെ ബോഗ് കോമ്പൗണ്ട്സ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പം ബോഗ് കോമ്പൗണ്ട്സ് എന്നുള്ള ഏരിയ ജസ്റ്റ് നമുക്ക് നോക്കാം. ബോഗ്
കോമ്പൗണ്ട്സ്. എന്തൊക്കെയാണ് ബോഗ് കോമ്പൗണ്ട്സ് വരുന്നത്? ഞാൻ കുറച്ച് ടൈം അധികം ആയതുകൊണ്ടാണ് സ്പീഡിൽ എടുക്കുന്നത്. ബോഗ് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ഒരു സിമെന്റിന് കുറേ ചേഞ്ചസ് വരുത്തേണ്ടിയിട്ട് നമ്മൾ സിമെന്റിൽ ആഡ് ചെയ്യുന്ന ആ ഒരു ഇൻഗ്രീഡിയൻസ് അല്ലേ, അപ്പം ആ ഒരു കോംപ്ലക്സ് കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ ഈ ഒരു ബോഗ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ഈ ഒരു ബോഗ് കോമ്പൗണ്ട്സ് വരുന്നത്? ഒന്ന് ടെട്രാ കാൽസ്യം അലൂമിനിയം ഫെറേറ്റ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ട്രൈ കാൽസ്യം അലൂമിനിയേറ്റ്, ട്രൈ കാൽസ്യം സിലിക്കേറ്റ്, ഡൈ കാൽസ്യം സിലിക്കേറ്റ്. ഇത്രയാണല്ലേ നമുക്ക് ബോഗ് കോമ്പൗണ്ട്സ് വരുന്നത്. ഇതിന്റെ എക്സ്പാൻഷൻ എഴുതുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും. അപ്പം ഈ ഒരു ഓരോന്ന് എത്ര ടൈമിൻ്റെ ഉള്ളിലാണ് ഫോം ആവുന്നത് നോക്കാം. C4AF എന്ന് ഇനി ഞാൻ പറയുന്നുള്ളൂ, അത് ഷോർട്ട് ഫോമേ പറയുന്നുള്ളൂ. C4AF റിയാക്ട്സ് വിത്തിൻ 24 hours ആണ്. C3 ആണെങ്കിൽ റിയാക്ട്സ് വിത്തിൻ 24 hours തന്നെയാണ്. അതുപോലെ തന്നെ ട്രൈകാൽസ്യം സിലിക്കേറ്റ് ആണ് ഏർലി സ്ട്രെങ്ത്തിന് കാരണമാകുന്നത്. അതുപോലെ തന്നെ ഡൈകാൽസ്യം സിലിക്കേറ്റ് ആണ് പ്രോഗ്രസീവ് സ്ട്രെങ്ത് എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പം അതുപോലെ തന്നെ ഇതിന്റെ പെർസെൻറ്റേജും അതിന്റെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷനും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. C4AFന്റെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ വരുന്നത് 420 kJ/kg ആണ്. പിന്നെ ഈ ഒരു ട്രൈകാൽസ്യം അലൂമിനേറ്റിൻ്റെതാണെങ്കിൽ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ വരുന്നത് എത്രയാണ്? 864 kJ/kg ആണ്. പിന്നെ എന്താണ്? ട്രൈകാൽസ്യം സിലിക്കേറ്റ് ആണെങ്കിൽ 500 kJ/kg ആണ്. ഡൈകാൽസ്യം സിലിക്കേറ്റ് ആണെങ്കിൽ 240 kJ/kg ആണ് വരുന്നത്. അപ്പം അത് നോക്കി വെക്കുക. ഇത്രയുമാണ് ഇൻഗ്രീഡിയൻസ് വരുന്നത്. ബോഗ് കോമ്പൗണ്ട്സ് അതിൽ വരുന്നത്. C4AF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെട്രാകാൽസ്യം അലൂമിനിയം ഫെറേറ്റ് ആണ്. C3A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈകാൽസ്യം അലൂമിനേറ്റ് ആണ്. C3S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈകാൽസ്യം സിലിക്കേറ്റ് ആണ്. C2S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈകാൽസ്യം സിലിക്കേറ്റ് ആണ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞാൽ time taken by dicalcium silicate constituent of cement to add to the strength is അല്ലേ? ഡൈകാൽസ്യം സിലിക്കേറ്റിൻ്റെത് നമ്മൾ എന്താണ് പറഞ്ഞത്? പ്രോഗ്രസീവ് സ്ട്രെങ്ത് ആണ് അല്ലേ? ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ളതിൽ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ A 10 to 12 hours, ഓപ്ഷൻ B 2 to 5 days, ഓപ്ഷൻ C 1 to 8 days, ഓപ്ഷൻ D 1 year ആണ്. പ്രോഗ്രസീവ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 year ആണല്ലോ ആൻസർ വരിക. അപ്പോൾ 26 പ്രോഗ്രസീവ് ആയിട്ട് ഉണ്ടാകുന്നതാണ്. മറ്റേ 2 to 5 days 1 to 8 days എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാവുന്നതാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഓപ്ഷൻ D ആൻസർ പറയാൻ പറ്റും. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 27 നോക്കിക്കഴിഞ്ഞാൽ ഫോർ ദ മാനുഫാക്ചറിങ് ഓഫ് പോർട്ട്ലാൻഡ് സിമെന്റ് ദ പ്രൊപ്പോർഷൻ ഓഫ് റോ മെറ്റീരിയൽസ് യൂസ്ഡ് ഈസ്, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഓപ്ഷൻസ് പറയാം, ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കാം. ഓപ്ഷൻ A ലൈം 63, സിലിക്ക 22, അതർ ഇൻഗ്രീഡിയൻറ്റ് 15%. ഓപ്ഷൻ B ലൈം 22%, സിലിക്ക 63%, അതർ ഇൻഗ്രീഡിയൻസ് 15%. ഓപ്ഷൻ C സിലിക്ക 40%, ലൈം 40%, അതർ ഇൻഗ്രീഡിയൻറ്റ് 20%. ഓപ്ഷൻ D സിലിക്ക 70, ലൈം 20, അതർ ഇൻഗ്രീഡിയൻറ്റ് 10%. അപ്പോൾ ഇതിൽ ഏതാണ് ആൻസർ വരിക? ഫോർ ദ മാനുഫാക്ചറിങ് ഓഫ് പോർട്ട്ലാൻഡ് സിമെന്റ് ദ പ്രൊപ്പോർഷൻ ഓഫ് റോ മെറ്റീരിയൽസ് യൂസ്ഡ് ഈസ്, ആൻസർ വരുന്നത് ഓപ്ഷൻ A ആണ് അല്ലേ? ലൈം 63%, സിലിക്ക 22%, അതർ ഇൻഗ്രീഡിയൻറ്റ് 15% ആണ് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 28 നോക്കാം. സിമെന്റ് ഈസ് സെഡ് ടു ബി ഗുഡ് ക്വാളിറ്റി ഇഫ്, സിമെന്റിന്റെ ക്വാളിറ്റീസ് നമ്മൾ എങ്ങനെയാണ് പറയുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇറ്റ്സ് കളർ ഈസ് നോട്ട് ഗ്രീനിഷ് ഗ്രേ. Option B, one feels cool by thrusting one's hand in the cement bag. Then option C, it's not smooth when rolled in between fingers. Option D, hand full of cement thrown into bucket of water does not float അല്ലേ? അപ്പോൾ നമ്മൾ സിമെന്റിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ അറിയുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, നോട്ടായിട്ട് എഴുതുന്നില്ല, ജസ്റ്റ് പറയുമ്പോൾ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പം അതിൽ നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ, നമ്മൾ സിമെന്റ് തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫീൽ സ്മൂത്ത് ആയിരിക്കണം അല്ലേ? അത് തന്നെയാണ് ഫസ്റ്റ് പോയിന്റ്. ഫീൽ സ്മൂത്ത് വെൻ ടച്ച്ഡ് എന്നുള്ളതാണ് ഓർത്ത് വെക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സിമെന്റ് ബാഗിൻ്റെ ഉള്ളിൽ കൈയിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു കൂൾ ഫീൽ ഉണ്ടാവുകയാണെങ്കിൽ അതും ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ്. കൂൾ ഫീൽ വെൻ ഹാൻഡ് ഇൻസേർട്ടഡ് ഇൻ ദ സിമെന്റ് ബാഗ് എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ
തേർഡ് പോയിന്റ് ആണ് ഫീൽ സ്റ്റിക്കി വെൻ സിമെന്റ് പേസ്റ്റ് റബ്ബ്ഡ് ബിറ്റ്വീൻ ഫിംഗേഴ്സ്. നമ്മൾ കയ്യിൽ ഫിംഗേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്യുകയാണെങ്കിൽ സ്റ്റിക്കി ആയിട്ട് ഫീൽ ചെയ്യും എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ സിങ്ക്ഡ് വെൻ ത്രോൺ ഇൻ വാട്ടർ, അല്ലെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് സിങ്കായി പോകും എന്നുള്ളത്. ഞാൻ ജസ്റ്റ് അത് നോട്ടാക്കിയിട്ടാണെങ്കിൽ എഴുതി തരാം. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സിമെന്റ് ഏതൊക്കെയാണ് വരുന്നത്? ഫീൽ സ്മൂത്ത് വെൻ ടച്ച്ഡ്, പിന്നെ അതുപോലെ തന്നെ കൂൾ, ഫീൽ വെൻ ഹാൻഡ് ഇൻസേർട്ടഡ്, ഇൻ സിമെന്റ് ബാഗ്. അതുപോലെ തന്നെ സിങ്ക്ഡ് വെൻ ത്രോൺ ഇൻ വാട്ടർ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് എന്താണ്? സിമെന്റ് ഈസ് സെഡ് ടു ബി ഗുഡ് ക്വാളിറ്റി ഇഫ് ഓപ്ഷൻ എ പറയുന്നത് ഇറ്റ്സ് കൂൾ, ഇറ്റ്സ് നോട്ട് ഗ്രീനിഷ് ഗ്രേ. അപ്പൊ അതല്ല. ഓപ്ഷൻ ബി വൺ ഫീൽസ് കൂൾ ബൈ ത്രസ്റ്റിംഗ് വൺസ് ഹാൻഡ് ഇൻ ടു ദ സിമെന്റ് ബാഗ്, അല്ലെ? അപ്പം അതാണല്ലോ ആൻസർ വരുന്നത്. അപ്പം പിന്നെ ഓപ്ഷൻ സി വരുന്നത് ഇറ്റ് ഇസ് നോട്ട് സ്മൂത്ത് വെൻ റോൾഡ് ഇൻ ബിറ്റ്വീൻ ഫിംഗേഴ്സ്. ഇതൊന്നല്ല, ഫോറും ഡിയും അല്ല. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. വൺസ് ഫീൽസ് കൂൾ, നമ്മളൊരു സിമെന്റ് ബാഗിൻ്റെ ഉള്ളിൽ കൈയിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു കൂൾ ഫീൽ ഉണ്ടാവും, അല്ലെ? ആ ഒരു കാര്യം തന്നെ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 29 ആണ്. ദ സിമെന്റ് യൂസ്ഡ് ടു lay concrete under static water or running water is option A low heat cement, option B rapid hardening cement, option C quick setting cement, option D white cement, അല്ലേ? അപ്പോൾ നമ്മൾ സിമെന്റിന്റെ ക്ലാസിഫിക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സിമെന്റിന്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്ന സമയത്ത് ഏതൊക്കെ സിമെന്റ് ആണ് നിങ്ങൾക്ക് നോക്കാനുള്ളത്, നിങ്ങൾക്ക് അറിയുന്ന ടൈപ്പ് ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഓരോന്നായിട്ട് ജസ്റ്റ് പറയാം. ഇതിൽ ഞാൻ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറയുന്നില്ല, നമുക്ക് അധികം ചോദിച്ചു കണ്ടിട്ടുള്ളത് മാത്രം ജസ്റ്റ് എടുത്ത് പറയുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് ക്യുക്ക് സെറ്റിംഗ് സിമെന്റ് നോക്കാം. ക്യുക്ക് സെറ്റിംഗ് സിമെന്റിൽ എന്താണ് നോക്കാനുള്ളത്? നമ്മൾ പെട്ടെന്ന് സെറ്റ് ആവുന്ന ടൈപ്പ് ഓഫ് സിമെന്റ് ആണ്, അല്ലേ? അപ്പൊ നമുക്ക് സ്മോൾ പെർസെൻറ്റേജ് ഓഫ് അലൂമിനിയം സൾഫേറ്റ് ആണ് ഉണ്ടാവുക. അതുപോലെ തന്നെ പെർസെൻറ്റേജ് ഓഫ് ജിപ്സം ഓർ റിട്ടാർഡർ ഫോർ സെറ്റിംഗ് റെഡ്യൂസ് ചെയ്യേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അത് എവിടെയാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റണ്ണിങ് വാട്ടറിൽ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു വാട്ടറിന്റെ നമുക്ക് ക്യുക്കായിട്ട് സിമെന്റ് സെറ്റായി കിട്ടുന്ന സ്ഥലങ്ങളിലാണല്ലേ നമ്മൾ ഈ ഒരു ക്യുക്ക് സെറ്റിംഗ് സിമെന്റ് കൊടുക്കുക. ആ ഒരു പേരിലുള്ള പോലെ തന്നെ നമ്മളിത് യൂസ് ചെയ്യുന്നത് ലേയിങ് കോൺക്രീറ്റ് അണ്ടർ സ്റ്റാറ്റിക് ഓർ റണ്ണിങ് വാട്ടർ എന്നുള്ളത് ഓർത്ത് വെക്കാം. പിന്നെ നമ്മൾ നെക്സ്റ്റ് നോക്കേണ്ട സിമെന്റ് ആണ് റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ്. റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് ആണ്. ഇത് ഷോർട്ട് പീരീഡ് ക്യൂറിങ് ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഫോം വർക്ക് ഏർലി റിമൂവ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാണ്? റോഡ് കൺസ്ട്രക്ഷൻ, അതുപോലെ തന്നെ ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ ഒക്കെയാണ്, അല്ലേ? അപ്പോൾ നമ്മൾ റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് യൂസ് ചെയ്യുന്നത് റോഡ്, അതുപോലെ തന്നെ ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ ഒക്കെയാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. പിന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളൊരു സിമെന്റ് ആണ് സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെന്റ്. സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെന്റ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെന്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. എവിടെയായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെന്റ്? സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെന്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് മറൈൻ കൺസ്ട്രക്ഷൻ വർക്കിന് വേണ്ടിയിട്ടാണ്, അല്ലേ? മറൈൻ സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് സിവിയർ ആൽക്കലൈൻ കണ്ടീഷനിലൊക്കെ പെട്ടെന്ന് ഡാമേജ് ആവുന്ന സിറ്റുവേഷനിൽ, അല്ലേ? അപ്പം അങ്ങനത്തെ സ്ഥലങ്ങളിൽ നമ്മൾ സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെന്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. ലൈക്സ് കനാൽ, ലൈനിങ്, കൾവേർട്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മറൈൻ കൺസ്ട്രക്ഷൻ വർക്ക് എന്നുള്ളതൊക്കെ ഓർത്താൽ മതി. അപ്പം അതാണ് നമുക്ക് ഇത്രയും പറയാനുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രം എടുത്ത് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ദ സിമെന്റ് യൂസ്ഡ് ടു ലേ കോൺക്രീറ്റ് അണ്ടർ സ്റ്റാറ്റിക് വാട്ടർ ഓർ റണ്ണിങ് വാട്ടർ, അല്ലേ?
ഓപ്ഷൻ എ ലോ ഹീറ്റ് സിമെന്റ്, ഓപ്ഷൻ ബി റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ്, ഓപ്ഷൻ സി ക്യുക്ക് സെറ്റിംഗ് സിമെന്റ്, ഓപ്ഷൻ ഡി വൈറ്റ് സിമെന്റ് ആണ്. അപ്പോൾ നമ്മൾ വൈറ്റ് സിമെന്റ് ഒക്കെ അധികം നമ്മൾ യൂസ് ചെയ്യുന്നത് ഡെക്കറേറ്റീവ് വർക്കിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മൾ റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് നമ്മൾ റോഡ്സിനും ബ്രിഡ്ജിനും ഒക്കെ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. ലോ ഹീറ്റ് സിമെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാണ് അത് നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലേ. ലോ ഹീറ്റ് സിമെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് മാസ് കോൺക്രീറ്റ് വർക്കിന് വേണ്ടിയിട്ടാണ്, ഡാമൊക്കെ പോലെ അല്ലേ. അപ്പോൾ മാസ് കോൺക്രീറ്റ് വർക്കിനാണ് നമ്മൾ ലോ ഹീറ്റ് സിമെന്റ് യൂസ് ചെയ്യുന്നത്. റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് പറഞ്ഞു. ക്യുക്ക് സെറ്റിംഗ് സിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റണ്ണിങ് വാട്ടറിലൊക്കെ യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ക്യുക്ക് സെറ്റിംഗ് ആയിട്ടുള്ള സിമെന്റ് ആണ് നമ്മൾ റണ്ണിങ് വാട്ടറിലൊക്കെ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദ abbreviation from the complex compound of C3S. ഇത് ഞാൻ ഒന്നുകൂടെ മാറ്റി എഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദ അബ്രവിയേഷൻ ഫ്രം ദ കോംപ്ലക്സ് കോമ്പൗണ്ട് ഓഫ് സിമെന്റ് C3S, C2S, C3A ആൻഡ് C4AFs ആർ ഓൾസോ കോൾഡ്. ഓപ്ഷൻ എ ആസ്പിഡിൻസ് കോമ്പൗണ്ട്സ്, ഇതല്ല അല്ലേ, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഓപ്ഷൻ ബി ബോഗ് കോമ്പൗണ്ട്സ്, ഓപ്ഷൻ സി വിക്കറ്റ് കോമ്പൗണ്ട്സ്, ഓപ്ഷൻ ഡി ജെയിംസ് ഫ്രോസ്റ്റ് കോമ്പൗണ്ട്സ് അല്ലേ. ഒന്നില്ല, ഇതൊക്കെ റോങ് ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ബോഗ് കോമ്പൗണ്ട്സ് ആണ് അല്ലേ. നമ്മൾ ട്രൈകാൽസ്യം സിലിക്കേറ്റ്, ഡൈകാൽസ്യം സിലിക്കേറ്റ്, ട്രൈകാൽസ്യം അലൂമിനേറ്റ്, ടെട്രാകാൽസ്യം അലൂമിനേറ്റ് ഫെറൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ബോഗ് കോമ്പൗണ്ട്സ് എന്നാണ് പറയാം. ഇനി ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 31. ലോ ഹീറ്റ് സിമെന്റ് കണ്ടെയ്ൻസ് ഓപ്ഷൻ എ സ്മോൾ പെർസെൻറ്റേജ് ഓഫ് അലൂമിനിയം സൾഫേറ്റ് ആൻഡ് ഹൈ പെർസെൻറ്റേജ് ഓഫ് ലൈം, ഓപ്ഷൻ ബി സ്മോൾ പെർസെൻറ്റേജ് ഓഫ് ലൈം ആൻഡ് ജിപ്സം, ഓപ്ഷൻ സി ഹൈ പെർസെൻറ്റേജ് ഓഫ് അലൂമിനിയം സൾഫേറ്റ് ആൻഡ് സ്മോൾ പെർസെൻറ്റേജ് ഓഫ് ജിപ്സം, ഓപ്ഷൻ ഡി സ്മോൾ പെർസെൻറ്റേജ് ഓഫ് ട്രൈകാൽസ്യം അലൂമിനേറ്റ് ആൻഡ് ഹൈ പെർസെൻറ്റേജ് ഓഫ് ഡൈകാൽസ്യം സിലിക്കേറ്റ്. ലോ ഹീറ്റ് സിമെന്റിൽ എന്താണ് വരുന്നത്? ലോ ഹീറ്റ് സിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് കോൺക്രീറ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പം ലോ ഹീറ്റ് സിമെന്റിൽ എങ്ങനെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈകാൽസ്യം അലൂമിനേറ്റ് 5%, ഡൈകാൽസ്യം അലൂമിനേറ്റ് 46% ഉണ്ടാവുക. അപ്പം ട്രൈകാൽസ്യം സിലിക്കേറ്റും ഡൈകാൽസ്യം സിലിക്കേറ്റിന്റെ ഫങ്ഷൻസ് ഒക്കെ നോക്കിയിട്ട് കണക്ട് ചെയ്യാം. അപ്പം ഡൈകാൽസ്യം സിലിക്കേറ്റ് 46%, ട്രൈകാൽസ്യം സിലിക്കേറ്റ് 5%. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓപ്ഷൻ എ സ്മോൾ പെർസെൻറ്റേജ് ഓഫ് അലൂമിനിയം സൾഫേറ്റ് ആൻഡ് ഹൈ പെർസെൻറ്റേജ് ഓഫ് ലൈം. അപ്പം ഓപ്ഷൻ എ റോങ് ആണ്. ഓപ്ഷൻ ബി സ്മോൾ പെർസെൻറ്റേജ് ഓഫ് ലൈം ആൻഡ് ജിപ്സം, അത് റോങ് ആണ്. ഓപ്ഷൻ സി ഹൈ പെർസെൻറ്റേജ് ഓഫ് അലൂമിനിയം സൾഫേറ്റ് ആൻഡ് സ്മോൾ പെർസെൻറ്റേജ് ഓഫ് ജിപ്സം, ഇതും റോങ് ആണ്. ഓപ്ഷൻ ഡി സ്മോൾ പെർസെൻറ്റേജ് ഓഫ് ട്രൈകാൽസ്യം അലൂമിനേറ്റ്, അതായത് C3A ആൻഡ് ഹൈ പെർസെൻറ്റേജ് ഓഫ് ട്രൈകാൽസ്യം സിലിക്കേറ്റ് C2S അല്ലേ. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അപ്പം 31 ക്വസ്റ്റ്യൻ ആണ്, 31 അല്ല 32 ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഇടയ്ക്ക് മാറിപ്പോയിട്ടുണ്ടായിരുന്നു അല്ലേ, 13 ശേഷമുള്ളത്. പിന്നെ ഞാൻ അങ്ങോട്ട് ഞാനത്തെ നമ്പർ അനുസരിച്ചാണ് വായിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ അറിയണ്ടാവും. അപ്പോൾ നിങ്ങൾ 32 ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് ജസ്റ്റ് പറ്റുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുന്നത് നിങ്ങൾക്ക് എത്രത്തോളം അത് യൂസ്ഫുൾ ആവുന്നുണ്ട്, നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ, കറക്റ്റ് മനസ്സിലാവുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് നിങ്ങൾക്ക് എത്രത്തോളം ഓക്കെ ആണെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യേണ്ടിയിട്ടാണ്. അപ്പം അതുപോലെ തന്നെ നിങ്ങളത് ചോദിക്കാനുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ നല്ല ഒരുപാട് ഇതിപ്പം ഫസ്റ്റ് അവൈലബിൾ ആവുക മെമ്പേഴ്സിനായിരിക്കും, മെമ്പർ ഓൺലി ആയിരിക്കും ഫസ്റ്റ് ഉണ്ടാവുക. പിന്നെയാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തതനുസരിച്ചിട്ട് സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുക. അപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് മെമ്പർ ഓൺലി ആണെങ്കിൽ നിങ്ങൾക്ക് ആയിരിക്കില്ല ഈ ഒരു വീഡിയോ അവൈലബിൾ ആവുക. അപ്പോൾ പറ്റുകയാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. കാരണം നമ്മളിത് ഫസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നതാണ്, പിന്നെ നമ്മൾ അതിനനുസരിച്ച് വീഡിയോസ് എടുത്തതിന് ശേഷം അപ്ലോഡ് ചെയ്യും. അപ്പം നോർമൽ നിങ്ങളടുത്തേക്ക് ഷെഡ്യൂൾ ചെയ്തതനുസരിച്ച് എത്തുമ്പോഴത്തേക്ക് നമ്മൾ ചിലപ്പം എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് മെമ്പർ ഓൺലി ആയിട്ടുള്ളവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ഓക്കെ ആണോ, അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ട് ഡിസ്ക്രിപ്ഷൻ ഇത്രയും പറയാണ്ട് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് പറയണോ എന്നുള്ളതൊന്ന് കമൻറ്റ് സെക്ഷനിൽ പറയാം. നിങ്ങൾ ഒന്നും കമൻറ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ നോർമലി ഈ ഒരു രീതിയിൽ തന്നെ ക്ലാസ് എടുത്ത് പോകുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ എപ്പോഴും പറയാറുള്ള പോലെ എന്തെങ്കിലും നിങ്ങൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ചോദിച്ച് ഞാൻ പറഞ്ഞ എന്തെങ്കിലും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു വീഡിയോൻ്റെ താഴെ ഞാൻ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാ വീഡിയോ കാണുമ്പോഴും അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. എല്ലാത്തിലുമല്ല, നമുക്ക് ഹ്യൂമൻസ് ആണല്ലേ, നമുക്ക് ചിലത് തെറ്റും പറ്റാം അല്ലേ. ചിലപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഇല്ലാത്ത കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് സിമിലർ ആയിട്ടുള്ള ഡൗട്ടുള്ള ആൾക്കാർ
ആൾക്കാർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അവർക്ക് റിപ്ലൈ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് നോട്ട് ചെയ്യണം എന്നുള്ളൊരു കാര്യമാണെങ്കിൽ ഞാൻ ഫസ്റ്റ് തന്നെ പിന്നിൽ നോട്ട് എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പം ഈ ഒരു ഹാർബറിന്റെ സിലബസ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു റിവിഷൻ സീരീസ് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് എക്സാം ആണെങ്കിലും ഒരു ഒറ്റ വാക്കൻസി ആണെങ്കിലും നിങ്ങൾ എഫേർട്ട് ഇട്ട് പഠിക്കുക. അത് ഒരു എക്സാമിന് അല്ലെങ്കിൽ നെക്സ്റ്റ് എക്സാമിന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബിൽഡിംഗ് മെറ്റീരിയലിന്റെ നെക്സ്റ്റ് ക്ലാസ്സുമായിട്ട് പാർട്ട് 2 ക്ലാസ്സുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക്